നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ ആധാരം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശ പൊരുളായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണവും മുത്തുനബിയാണ്. അത് കൃത്യമായിട്ട് ആദം അലൈഹിസ്സലാമിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നിൽ മറന്ന് സംഭവിച്ച അമളി ആഖിർ സമാനിൽ വരുന്ന മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഇനി പൊരുത്തപ്പെടണമെന്ന് ആദം അലൈഹിസ്സലാം വരുന്നത്. ഡസൻകണക്കിന് കിതാബിൽ ഉദ്ധരിച്ച സംഭവമാണ്. പരിഹസിക്കുന്ന ആളുകൾക്ക് എടുത്ത് പരിഹസിക്കാം. അപ്പൊ അതിന്റെ കാലാണ്. എല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണ കാലം. അതിനായിട്ട് ട്രോളർമാര് സജീവാണ്. അവർക്ക് വേണമെങ്കിൽ വലിയ കഷ്ണം കിട്ടിയേക്കാം. പക്ഷേ വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. കിതാബിൽ ഇല്ലാന്ന് പറയുകയാണെങ്കിൽ ഡസൻ കണക്കിന് കിതാബ് ഉദ്ധരിക്കും ചെയ്യും. ഇവിടെ വാദപ്രയോഗത്തിന് വന്നതല്ല. അതുകൊണ്ടാണ് ആദം അലി ഇസ്ലാമിന്റെ തവസ്സുൽ ദുആ അറിയപ്പെട്ടതാണ്. അത് കനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചതുമാണ്. അതുകൊണ്ടാണ് മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ദർസ് നടത്തുന്ന സമയത്ത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി മുസ്തഫ നബിയുടെ പള്ളിയിൽ വന്നപ്പോൾ സംസാരം അല്പം കൂടിയപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഇടപെടുകയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കല്ലേ. രാജാവ് മാലിക്കുവിനോട് ചോദിച്ചു, ഞാൻ ദ്വാരക്കാൻ പോവാണ്. ദ്വാരക്കുമ്പോ ഞാന് മുത്തനബിന്റെ നേർക്കാണോ തിരിയേണ്ടത്, കാബത്തുങ്കലേക്കാണോ തിരിയേണ്ടത്? ഇമാം ഖാളിയാൽ അവിടുത്തെ ശിഫയിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞിട്ടാ ദ്വാരക്കണ്ടെന്ന് വെച്ചു. മാലിക് ഇമാം പറഞ്ഞു, അങ്ങോട്ട് തിരിഞ്ഞോളി. വഹുവ വസീലത്തുക വസീലത്തു അബീക ആദം. അത് ഈ സംഭവം വെച്ച് പറഞ്ഞാണ്. ആ ഖബറിൽ കിടക്കുന്ന ആളുണ്ടല്ലോ, നിങ്ങളുടെയും ഇടയാളനാണ്. നിങ്ങളെ ബാപ്പ ആദം നബിന്റെ വരെ ഇടയാളനാണ്. പിന്നെന്തിനാ അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിഞ്ഞോളിയും എന്ന് രാജാവിനോട് ഇമാം മാലിക് തങ്ങൾ പ്രതികരിക്കുകയാണ്. കാരണം ലോകത്തിന്റെ ചരടും മുരടും അടിസ്ഥാനവും ആധാരവും ബഹുമാനവും സ്നേഹവും വിശ്വാസവും ചെന്ന് തറക്കുന്നത് ഒരേ ആദരവിന്റെ ആരവത്തിലാണ്, അനുഗ്രഹത്തിന്റെ ആരാമത്തിലാണ്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഞാൻ പരിശുദ്ധമായ മക്കയെ ചെറുതാക്കുകയല്ല, കഅബയെ താഴ്ത്തുകയല്ല. പക്ഷെ കഅബ ശരീഫ് അഷ്റഫുൽ ഖൽഖല്ല, മക്ക പ്രവശ്യ അഷ്റഫുൽ ഖൽഖല്ല. അഷ്റഫുൽ ഖൽഖ് എന്ന് പറയപ്പെടുന്നത് മുത്തുനബിയെ കുറിച്ചാണ്. അപ്പോൾ കഅബയുടെ മേലെയാണ് മുഹമ്മദ് മുസ്തഫ, ബൈത്തുൽ മഅമൂറിന്റെ മേലെയാണ് മുഹമ്മദ് മുസ്തഫ, മക്കയുടെ മേലെയാണ് മുഹമ്മദ് മുസ്തഫ, അർശിന്റെ കുർസിന്റെ മേലെയാണ് മുഹമ്മദ് മുസ്തഫ, ജിബ്രീലിന്റെ മേലെയാണ് മുഹമ്മദ് മുസ്തഫ. സൃഷ്ടികളിൽ ഉത്കൃഷ്ടർ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരിഖൈനി ഉർബിൻ വമിൻ നജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. ഏഴാകാശത്തിന്റെ മുകളിലേക്ക് മുത്തുനബിയെ അള്ളാഹു ക്ഷണിച്ച മാസത്തിലായിരിക്കണേ. ഏഴാകാശം വെറും ആകാശമല്ല, അത് മക്കാമിന്റെ ചില കതിറുകളാണ്. 7 വരെ ഭൂമിയിൽ മുത്തുനബി അല്ലാത്ത ആളുകൾക്കും റൂഹ് കൊണ്ട് പോവാം. അതൊരു പ്രത്യേകമായ പ്രതീകമാണ്.
അതിന്റെ അപ്പുറത്ത് കൊണ്ടേ അവിടേക്ക് ഹൽക്കിൽ ഒരാൾക്കും നോ അഡ്മിഷൻ, ഒരു പ്രവേശനമില്ല. സൃഷ്ടികൾക്ക് പിടുത്തം കിട്ടാത്ത അത്ഭുത രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ. പടച്ചോന് മാത്രമേ തിരിയുള്ളൂ. നമുക്ക് കിട്ടിയെന്നുള്ളത് മഹാഭാഗ്യം, മഹാഭാഗ്യം. ഇനി അതിന് ശുക്രാണ് വേണ്ടത്. ആ ശുക്രിൽപ്പെട്ട ഒന്നാണ് ഇരുത്തം തന്നെ. ഈ ഇരുത്തം തന്നെ ദുആയാണ്. ഇനി ഹാലിയായ ദുആ എന്ന് പറയും. ഈ ഇരുത്തം തന്നെ ഒരു ദുആയാണ്. ഇനി ഇവിടേക്ക് ദുആണ്ട് വെച്ചെടുക്കും ചെയ്താൽ തീപ്പട്ടിക്കൊള്ളി വരുന്നതായിരിക്കും, തീയാണ്ട് പാറും, ഇജാബത്തിന്റെ തീ പാറും. അള്ളാഹു നമ്മുടെ ഇത്ത നാളത്തെ പൊരുത്തത്തിനുള്ള നിദാനമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ബഹുമാനപ്പെട്ട ഷാഫി വൈല് നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് മീനെടുത്തൂരുന്ന പരിപാടിയാണ്, നേരത്തെ ഏറ്റതാണ്. ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു പക്ഷേ അവിടുത്തെ ആളുകൾ പോലും ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കുന്ന എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്റെ പ്രിയ സുഹൃത്ത് അക്കീം വൈലിയാണ് അവിടുത്തെ ഖത്തീബും മുദരിസും. അത് നേരത്തെ എന്നെ ബുക്ക് ചെയ്താണ്. ഷാഫി വൈലി ക്ഷണിച്ചപ്പോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നി, എന്താ അറിയില്ല. ഒരു പരിപാടി മുടക്കിയിട്ട് മറ്റൊരു പരിപാടി പോലെ എന്റെ പതിവല്ല, ഉണ്ടാലേ ഇല്ല. എനിക്കറിഞ്ഞൂടെ, ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു സൗന്ദര്യ പണക്കൊക്കെ, പിന്നെ അവിടെ ഒരു പൊതു സമ്മേളനമാണ്, അവിടെ മുഖ്യപ്രസംഗമാണ്. എനിക്ക് പ്രഗത്ഭനായ മറ്റൊരു പ്രഭാഷകൻ അവിടെ ഉണ്ട്, സലാഹുദ്ദീൻ വൈസി വെന്നിയൂര്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖ്യപ്രസംഗത്തിന് ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് താഴ്മേലൊക്കെ പറഞ്ഞ് കാലും കൈയൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങളുടെ കഴിച്ചിലായത്. ഇതിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അദ്ദേഹവുമായിട്ട് ചെറുപ്പകാലത്തേ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തിനെ ചെറുപ്പത്തിലേ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ പലരോടും പറയലുണ്ട്, മൻ തവാള അലില്ലാ റഫഅഹുല്ലാഹ്, അതിന്റെ നേർചിത്രാണ് അദ്ദേഹം. അങ്ങനെ ഒരുപാട് ഇൽമിന്റെ അഹ്ലുകാർ, ഇൽമിന്റെ ഖാദിമീങ്ങളുണ്ട്. അല്ലാഹു തആല നമ്മളൊക്കെ പടച്ചോനെ തവാളു കൊണ്ട് രണ്ട് ലോകത്തും ഇസ്സത്ത് കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതിന്റെ ഒരു ഭാഗം എന്റെ വണ്ടി കണ്ടപ്പോ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് കോടി നിന്നെ അതിനൊന്നും കിട്ടൂല. അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ വണ്ടി കണ്ടപ്പോ എന്റെ അടുത്ത് കോടി വന്ന്. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഓരോ താഴ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ഓരോ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അപ്പോ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് 24 മണിക്കൂറിനിടയിൽ പലവട്ടം നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ആവർത്തി ചിന്തിക്കണം. എന്താണെന്നറിയോ? ഒരു ശക്തിയോട്, ഒരു വ്യക്തിയോട് നമ്മുടെ ഹൃദയബന്ധം ഒഴിവായി പോകുന്നുണ്ടോ, അകലുന്നുണ്ടോ, ലൂസായി പോകുന്നുണ്ടോ? ഇത് ആവർത്തിച്ച് പുനഃപരിശോധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാണ്. ഒന്നുകൂടെ പറയാം, വിഷയത്തിന്റെ ആമുഖം ശ്രദ്ധിച്ചാലല്ലേ പിന്നീട് വരുന്നത് മനസ്സിലാവും. ഒരു ശക്തിയോട്, ഒരു വ്യക്തിയോട് നമ്മുടെ ഹൃദയബന്ധം ലൂസാകുന്നുണ്ടോ? ബന്ധവിച്ഛേദനം തന്നെ സംഭവിക്കുന്നുണ്ടോ? അകൽച്ചയാണോ? 24 മണിക്കൂറിനിടയിൽ പലവട്ടം ആലോചിക്കണം. ശക്തി അല്ലാഹ്, ഇന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്. വ്യക്തി മുഹമ്മദ് മുസ്തഫ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. ചില ആളുകൾ ഈ ആയത്ത് ഓതിയിട്ട് പറയും, ഇന്ന് ഞാൻ കേട്ടൊരു പ്രസംഗം, നബി സാധാരണ മനുഷ്യനാണ്, ഖുർആന്റെ നെസ്സല്ലേ എന്ന്. ഈ പറയുന്ന ആളുകൾക്കും തല ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കണേ. കാരണം തല ആട്ടിയിട്ടാണ് തൊള്ളോണ്ട് പറയണത്. അപ്പൊ ഇവരെ തലയിലുള്ളത് തലച്ചോറല്ലേ, വെണ്ണീറാണോ? ഒരു മനുഷ്യൻ വന്നിട്ട് മനുഷ്യന്മാരോട് പറയാം ഞാൻ മനുഷ്യനാണെന്ന്. ഇത് അള്ളാഹ് പറയിപ്പിക്കുമ്പോ എന്താ അതിന്റെ അർത്ഥം? സാധാരണ മനുഷ്യനല്ല എന്നല്ലേ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, അസ്സലാമു അലൈക്കും ജലീർ റഹ്മാനെ, ഞാനും മനുഷ്യനാണെന്ന് പറഞ്ഞാ നിങ്ങൾ ഷാഫി വൈലിക്ക് മെസ്സേജ് അയക്കൂല്ലേ, വേർക്കിക്കാളി സുഖല്ലാന്ന് അയക്കുമല്ലേ? അല്ലെ നിങ്ങളെ കുറിച്ച് വേറെ തീരുമാനം എനിക്ക് എടുക്കാനാണ്. ഞാൻ ഇപ്പൊ സലാം പറഞ്ഞാന്ന് പറയാണ്. പിന്നെ ആരൊന്നും കരുതരുത്, ഞാനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുരുങ്ങിയത് ചോദിക്കും ഏത് വീട്ടിലിരുന്ന് ഭക്ഷണം, അതിൽ വല്ലതും വിട്ടിട്ടുണ്ടാവുന്നു. പക്ഷെ ഭക്ഷണത്തിലൊന്നും വിട്ടിട്ടില്ല, സുഭിക്ഷ ഭക്ഷണമായിരുന്നു, ഇഷ്ടമുള്ള സാധനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് അള്ള മുത്തുനബിയോട് പറയാം, മുത്തുനബിയെ കുൽ കുൽന്ന് അള്ള പറ, കുൽ നിങ്ങൾ പറയേ ബഷറും മിസ്ലുക്കും, ഞങ്ങളെ പോലത്തെ മനുഷ്യനാണ് പറഞ്ഞാളി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഇത് കണ്ടിട്ട് ആളുകൾ ഞെട്ടിത്തെറിച്ചു. ഇനി ആളുകൾ വരും പടച്ചോനാന്ന് പറയും, കാരണം ആ മക്കാമിലാ ഇരിക്കുന്നത്. അങ്ങനത്തതാണ് വരുന്നത്. അപ്പൊ ആളുകളോട് പറഞ്ഞു പേടിക്കണ്ട, ഞാൻ മനുഷ്യൻ തന്നെയാണ്. ഇത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവൂലേ? പക്ഷെ എന്നിട്ട് ഈ ആയത്തെടുത്ത് കണ്ട് പറയാ സാധാരണ മനുഷ്യനാണ്, സാധാരണ മനുഷ്യനാണ്. സഹീഹ് ബുഖാരിക്ക് ഒന്ന് നോക്കിക്കൂടെ? ലസ്തു മിസ്ലക്കും, ഇമാം ബുഖാരി ഞങ്ങളെ പോലത്തെ ആളല്ല. മറ്റൊരു വാർത്തയിൽ ലസ്തു കഅഹദിൻ മിൻകും, നിങ്ങളിൽ ഒരാളെയും പോലെയല്ല.
നീ തിരിഞ്ഞിട്ടില്ലേ? നിങ്ങളെ പ്രകൃതിക്കാരനും കൂടിയല്ല, എന്റെ പ്രകൃതി ഒന്ന് വേറെയാണ്. ഇത് വെച്ചിട്ട് വേണ്ട ആയത്ത് അളക്കാന്. അതിന് ഇങ്ങോട്ട് നോക്കൂലല്ലോ. ഉള്ള സമയം താടിയും കുലുക്കിയിട്ട് മുസ്ലിമിനെ കാഫറാക്കാൻ നോക്കില്ലേ. അള്ളാഹു എല്ലാ ഷെറിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അങ്ങനത്തെ 3-4 വർത്താനം പറയണോണ്ട് ചില ആൾക്കാരൊക്കെ എനിക്കെതിരെ ഇപ്പൊ കളവ് പറഞ്ഞ് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ ഒന്നും കൂടി വാതിൽ തുറന്നു കൊടുക്കും. ഇതൊന്നും പറയാതെ എന്തിനാ ശ്വാസം അവസാനിപ്പിക്കുന്നത്? ഇതൊക്കെ ഹക്കല്ലേ? നിങ്ങൾ ഇടങ്ങറുണ്ടാക്കണേ, നമ്മൾ തിരുത്തണ്ടേ? അല്ലെങ്കിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കണ്ടേ? ഇത് മഗ്‌രിബായ തുടങ്ങും, അസറക്ക എന്നിട്ട് സർഫാക്കല്, കഫറ കഫറ കഫറു, കഫറത്ത് കഫർത്ത കഫർന. 920 തുടങ്ങിയ സർഫാക്കല്. അന്ന് നമ്മളെ ഉലമാ പറഞ്ഞതിന്റെ ലാസ്റ്റ് കഫർത്തു കഫർനാണ് അവിടെ ഇപ്പൊ ഉള്ളത്. അതുകൊണ്ടൊന്നും കഫറാക്കണം. ഇതൊന്നും നിർത്തിച്ചാൽ നമ്മളിത് പറയില്ലല്ലോ. എത്ര കാലായി മുസ്ലിം ഉമ്മത്തിനെ കാഫർ മുശ്രിക്കുവാക്കണേ. ഇപ്പോഴുള്ള എല്ലാ കുഴപ്പങ്ങളും നിങ്ങളെ ഇടയിൽപ്പെട്ടു എന്നുള്ളതാണ്. എന്തെല്ലാം കുഴപ്പങ്ങൾ ഇപ്പൊ നേരിടണ്ടോ അതിന്റെ ഒക്കെ കാരണം ഇബ്ലീസ് ബദറിൽ പെട്ടവർ നിങ്ങൾ പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഷറിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഒരു വ്യക്തിയോടും ഒരു ശക്തിയോടുമുള്ള നമ്മുടെ ഹൃദയബന്ധം ചോർന്നു പോകുന്നുണ്ടോ എന്ന് ഒരു ദിവസം പലവട്ടം ആവർത്തിച്ചുകൊണ്ട് വളരെ ശക്തമായി ചിന്തിക്കണേ. ശക്തി അല്ലാഹയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് ഈ ഷഹാദത്ത് വിളിച്ചു പറയുന്നത്? ഇനി പണി തുടങ്ങണമെന്നാ സുഹൃത്തെ പറയുന്നേ. നമ്മൾ കല്യാണ പെരയില് അമ്മോശന് കൈ കൊടുത്ത് അമ്മോശൻ സംവഞ്ചിത്തുക്ക അങ്കത്തുക്ക ബിന്ദി ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കബിൽത്ത് മിക്ക നിക്കാഹ എന്ന് പറയാ. എന്നിട്ട് അങ്ങാടിയിൽ ബെഞ്ചമ്മ പോയിട്ട് ബുഡൂസ് ഇങ്ങനെ വിടുക. ഇവൾക്ക് വേണ്ടി ഒരു പണി ചെയ്യണില്ല. അത് പറയലോടുകൂടി അവളെ പള്ളേക്കുള്ള നമ്മൾ എത്തിക്കണം, തൊള്ളേക്കുള്ള എത്തിക്കണം. പല്ലിന്റെ ഇടുക്കൽ കൊടുക്കാൻ ഭക്ഷണം എടുക്കാൻ ഈർക്കളി വേണമെങ്കിൽ അതും കൊടുക്കണം. ഉത്തരവാദിത്തമായി പെണ്ണിന് വേണ്ടി ഇറങ്ങേണ്ട സമയമായി. ഇവങ്ങനെ കല്യാണം കഴിച്ച് പെണ്ണിനെ പരയെ കൊണ്ടുവരാ. എന്നിട്ട് തീരെ പരയ്ക്ക് പോയില്ല, ഓൾക്ക് വേണ്ടി ഒന്നും ഒരുക്കി കൊടുക്കില്ല. എന്നിട്ട് ഇങ്ങനെ അങ്ങാടി ഇരുന്നിട്ട് എല്ലാ ബിടലും വിട്ടിട്ട് പറയും ഇങ്ങോട്ട് ഭയങ്കര സ്നേഹമാണ്. എന്താ അതിനൊക്കെ അർത്ഥമുള്ളത്? ഇന്ന് പോലെ പടച്ചവനോട് ഭയങ്കര സ്നേഹം എന്ന് പറയാ, പള്ളിക്ക് കയറണില്ല, പണിയെടുക്കണില്ല. പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കണം. പ്രഖ്യാപനം നടത്തി ഉത്തരവാദിത്തം ഏറ്റെടുത്ത പണി തുടങ്ങണം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. ആ പണിയെക്കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ സൂറത്തു സഫിൽ പടച്ചവൻ പറഞ്ഞത് തന്നെ കച്ചവടം എന്നാ. ആ കച്ചവടത്തിൽ ലാഭം കൊയ്താൽ കത്തിക്കാളുന്ന ബീഭത്സകമായ നാരകീയ ജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ഇന്ന് പരിശുദ്ധ ഖുർആൻ. ആ കച്ചവടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൽമിന്റെ സാസിൽ ഇരിക്കുക എന്നുള്ളത്. ഈ ഇരുത്തം തന്നെ റാഹത്താണ്. ഈ ഇരുത്തം തന്നെ മുഹമ്മദ് മുസ്തഫ. ഒരാളിപ്പോ ഈ സാസിൽ ഇരുന്നില്ല, പള്ളിയിൽ കയറിയിട്ട് 1000 റക്അത്താണ് നിസ്കരിച്ചു. നേരം വെളുക്കോളം സുജൂദിൽ തന്നെ. ഇവിടെ 1 മണിക്കൂർ ഇരുന്ന ആളെ കൂലി അതിന് കിട്ടൂല. പറയേണ്ട ആളാണ് പറഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? അപ്പൊ ഇൽമിന്റെ സാസ് ചെറിയ കാര്യമില്ല. ഭാഗ്യമുള്ളവരെ മാത്രം. മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്താൽ അപ്പണി കൊണ്ട് സ്വർഗം കിട്ടുന്നാണ് റസൂൽ പറഞ്ഞത്. ഇൽമിന്റെ സാസിൽ ഇരുന്നാൽ സ്വർഗം കിട്ടുന്നല്ല, ഇതന്നെ സ്വർഗാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. മക്കയിൽ പോയിട്ട് ആരെങ്കിലും ഹജ്ജ് ചെയ്തു, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സംഗതി ഭയങ്കരാണ്. കാരണം അതുകൊണ്ട് സ്വർഗം അല്ലാതെ വേറെ പ്രതിഫലം ഇല്ലാന്ന്. പക്ഷെ മക്ക തന്നെ സ്വർഗം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇൽമിന്റെ സാസിൽ വന്നിരുന്നാലോ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അതുകൊണ്ട് ഇതൊരു തൗഫീഖാണ്. വെള്ളിയാഴ്ച രാവാണ്, റജബ് മാസമാണ്, എല്ലാം നല്ല ലക്ഷണങ്ങളാണ്. ഇതിന്റെ ആന്തരിക സത്ത കുടിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ പ്രിയങ്കരനായ സുഹൃത്തിന്റെ ദർസിന് താങ്ങും തണലുമായ ഭാരവാഹികൾ, നാട്ടുകാര്, പ്രത്യേകിച്ച് കുട്ടികളെ സ്വന്തം മക്കളെ പോലെ തീറ്റിപ്പോറ്റ് വളർത്തുന്ന ഉമ്മമാരുപ്പമാര്, അല്ലാഹ്
ലോകത്ത് ഏത് നാടുകളിൽ നടക്കുന്ന ഉത്കൃഷ്ടമായ സുഹൃതം പള്ളി ദർസാണ്. കാരണം പള്ളി ദർസിന്റെ ശില്പി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ അവലംബമായ ആരംഭമായ ആരവമായ ആഘോഷമായ വിജ്ഞാനത്തിന്റെ മനുഷ്യരൂപമായ അറിവിന്റെ കേദാരമായ അലിവിന്റെ പ്രതീകമായ അല്ലാഹുവിന്റെ ഹബീബേ മുഹമ്മദുർ റസൂലുള്ളാഹ് النبي حاضر علماء علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 മസാബീഹിന്റെ അലയടി കൊണ്ട് മലയാളക്കരയെ പുളകിതമാക്കുന്ന പ്രിയങ്കരനായ കൂട്ടുകാരന്റെ വിളികേട്ട് വന്ന ഈ മുതഅല്ലിമിനോട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഈ രാവിന്റെ ഇരുത്തം പ്രധാനപ്പെട്ട പൊരുത്തത്തിന് കാരണമാകാം ഈ സ്വർഗീയ ഭൂമികയിലേക്ക് മദീന മലർവാടിയിൽ നിന്ന് ലൈക്ക് കിട്ടാൻ ആദികളോട് വ്യാധികളോട് രോഗങ്ങളോട് ദുരിതങ്ങളോട് ദുരന്തങ്ങളോട് ക്ലേശങ്ങളോട് കടങ്ങളോട് ശത്രുക്കളുടെ കരാളഹസ്തങ്ങളോട് വിട പറയാ ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് തുടങ്ങാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم ارحم الراحمين يا الله പാവങ്ങളായ അടിയങ്ങളെ കബൂലാക്കണേ റബ്ബേ. മുതഅല്ലിമീങ്ങൾക്ക് അന്നം കൊടുക്കുന്നവർക്ക് സ്വർഗീയ ഭക്ഷണം തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിലും അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയ സുഹൃത്തിന്റെ ദർശന സഹകരിക്കുന്ന സഹായിക്കുന്ന സേവിക്കുന്ന സ്നേഹിക്കുന്ന പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ റബ്ബേ ഇരുലോകത്തും പ്രതാപശാലികളാക്കണേ ഞങ്ങളെയും അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. ശിർക്ക് കുഫർ നിഫാഖ് റിയാ ഉർസൂജ് ദഅവത്ത് ശഹവത്ത് വിദ്അത്ത് ഖവാത്തിർ വസ്വാസുകളിൽ നിന്ന് ഞങ്ങളെയും അവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അറ്റാക്ക് ക്യാൻസർ കിഡ്നി വീക്ക് സ്ട്രോക്ക് പന്നിപ്പനി പക്ഷിപ്പനി എലിപ്പനി ഡെങ്കിപ്പനി ചിക്കുൻഗുനിയ കൊറോണ ഒമിക്രോൺ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷതാ അല്ലാഹ്. അപകട മരണത്തിൽ പെടുത്തല്ല അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്. ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തി പരീക്ഷിക്കല്ല അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഇസ്സത്തിലും നിന്റെ ത്വാഅത്തിലും നൽകി നല്ല സമയത്ത് നല്ല സ്ഥലത്ത് നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാളുടെയും സഹായമില്ലാതെ ചിരിച്ച് സ്വർഗം കണ്ട് ഉറക്കെ ഷഹാദത്ത് ഉച്ചരിച്ച് പ്രസന്ന ഭാവത്തോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നബിയിൽ മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, പടച്ചവനോട് നമ്മൾ ബന്ധം ലൂസാകുന്നുണ്ടോ ഇടക്കിടക്ക് നോക്കണം. ബന്ധം കുറയുന്നുണ്ടെങ്കിൽ അപകടം. കാരണം നമ്മളെ സൃഷ്ടിച്ച അള്ളയാണ്. മീൻ വാപ്പാക്ക് എന്താ പണിയുള്ളത്? ചെറിയ പണിയല്ലേ വാപ്പാക്ക് ഒരു പണി ഉണ്ടായിട്ടില്ല. ഉമ്മാക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉമ്മ വയറ്റിൽ ഗർഭാശയത്തിൽ വെച്ചിട്ട് നമ്മളെ പോറ്റിയത്. ഗർഭാശയം ആരുണ്ടാക്കിയതാ? വേറെ ആരുണ്ടാക്കിയതാ? ഉമ്മന്റെ ഉമ്മാന്റെതല്ല, അള്ളാന്റെതല്ലേ? ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വാപ്പച്ച് നൽകിയത് ഒരു ബീജത്തെ 60 കോടിയായി വിഭജിക്കപ്പെട്ടതിന് ശേഷം അതിന്റെ ഒരു ചെറിയ അണുവല്ലേ, അതല്ലേ സിക്താണ്ടായത്? അത് സിക്താണ്ടാക്കിയതാരാ? ആ ഒന്നുമല്ലാത്ത കണ്ടാൽ അറുപ്പുളവാവുന്ന ആ സാധനത്തില് എല്ല് തന്നതാരാ? ആരാണ് നരമ്പ് തന്നത്? ആരാണ് അതിലേക്ക് ലിവർ തന്നത്? ആരാണ് അതിലേക്ക് കിഡ്നി തന്നത്? ഒരു കിഡ്നി വർക്ക് ചെയ്യുന്ന എന്തിനാ 2 തന്നത്? എന്തിനാ സ്റ്റെപ്പിനെ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇത് വാപ്പന്റെ സംഭാവനയാണോ ഉമ്മന്റെ ദാനമാണോ?
നരമ്പുകളെ കുറിച്ച് പഠിച്ചു നോക്കൂ. 1,00,000 കിലോമീറ്ററോളം നീളുന്ന നരമ്പുകൾ ഈ പ്രസംഗിക്കുന്ന എന്റെ ശരീരത്തിൽ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. കേൾക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. 1,00,000 കിലോമീറ്റർ നീളുന്ന നരമ്പ് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ചുരുട്ടി വെച്ചത് ഉമ്മയാണോ വാപ്പയാണോ? വാപ്പക്ക് നരമ്പ് കച്ചവടമില്ല. നമ്മളെ വാപ്പ നരമ്പച്ചവടക്കാരനാ. ഈ നരമ്പ് ആരാ തന്നത്? ചോര ആരാ തന്നത്? ഉമ്മാക്ക് ചോരച്ചോടുണ്ടായിരുന്നോ? ഉമ്മ ചോര തന്നിട്ടില്ല. പുറത്തു വന്നപ്പോ ചോര തന്നത്. ചോര തന്നത് ഉമ്മല്ല. ആരാ കണ്ണ് തന്നത്? പടച്ചോനെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ കോലത്തിലാക്കിയ റബ്ബിനെ മറന്നാല് പിന്നെ ഉമ്മാനിപ്പാനി ഓർത്തിട്ടും കാര്യമില്ല. അള്ളാനെ മറന്നാൽ അവൻ ആരെ ഓർത്തിട്ടും കാര്യമില്ല. അള്ളാനെ മറക്കരുത്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിടവാങ്ങിയ മാസമാണ് റജബ്. ഒരിക്കൽ ഒരാൾ അബൂ ഹനീഫ തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. അന്ന് മുതൽ വഫാത്താകുന്നത് വരെ പിന്നെ രാത്രി മുഴുവനും നിസ്കാരം തന്നെ. കാരണം ചെയ്യാത്ത ഒരാൾ പറഞ്ഞു പോയി. ഇനി അങ്ങനെ തന്നെ ആവട്ടെ മേശറിയില്. അതിനാ പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടിയിട്ട് മയങ്ങുന്ന സമയം വളരെ ചുരുക്കി ഫുള്ള് നിസ്കാരായി. അവര് വഫാത്തായി. അവരെ മറമാടപ്പെട്ടപ്പോ അയൽവാസി ജൂതനുണ്ട്. ഈ ജൂതൻ അയാൾക്ക് ചെറിയൊരു മോണ്ട്. ആ മോൻ രാത്രി എണീറ്റ് മൂത്രയിക്കുമ്പോ അച്ഛൻ കൊണ്ടായിട്ട് പുറത്തുനിന്ന് മൂത്രയിപ്പിക്കല. ചെറിയ കുട്ടികൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ചെറിയ കുട്ടികൾ മൂത്രയിക്കല്ലേ ഇവിടെ. ഇപ്പൊ ഇല്ല, ഈ പമ്പേഴ്സ് വന്നോണ്ടേ. മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വാപ്പ വന്നു. അപ്പൊ ഈ വാപ്പന്റെ മോനെ കുറച്ചിങ്ങനെ വർത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര് ഭാര്യ ഗർഭിണിയായപ്പോ ഗൾഫിൽ പോയതാണ്. അപ്പൊ അതിങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറയും. കുട്ടിക്ക് താ പറയാൻ കഴിയില്ല. താന്നുള്ളേ പറയുള്ളൂ, താ കിട്ടൂല. അപ്പൊ കുട്ടി ഇങ്ങനെ വർത്താനം പറയും. താ പറയാൻ കഴിയാത്ത കുട്ടി എപ്പോഴും ടാന്ന് പറയും. താത്ത ടാട്ട ഇങ്ങനെ പറയാം. ബാപ്പച്ചി ഗൾഫിൽ നിന്നപ്പോ കുട്ടീനെ കൂട്ടി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം ആദ്യം കിട്ടിയ മുത്തല്ല എന്ന് കണ്ടിട്ട് മുത്തം വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. രാത്രിയായപ്പോ കുട്ടി അറിഞ്ഞു, ബാപ്പാ എനിക്ക് പാടണം എന്നറിഞ്ഞു. പാത്തണം എന്നാണ് പറയുന്നത്. താ പറയാൻ കഴിയില്ല. ഉമ്മാക്ക് മാനൊക്കെ അറിയില്ല. ഇയാളാണെങ്കിൽ മുപ്പത്തേര് നല്ല ഉറക്കിലാണ്. ഇയാൾ അറിഞ്ഞു മോനെ ഇപ്പൊ പാടി അമ്മ ഉണരുള്ളൂ എന്നറിഞ്ഞു. കുട്ടിക്കാണെങ്കിൽ മുട്ടി നിൽക്കുകയാണ്. അന്നാണെങ്കിൽ പമ്പേഴ്സ് ഇല്ലേന്ന്. ആ കുട്ടി പിന്നെ പറഞ്ഞു, പാപ്പ എനിക്ക് പാടണം എന്ന് പറഞ്ഞു. പാപ്പ പിന്നെയും പറഞ്ഞു, ഇപ്പൊ പാടണ മോനെ, ഇപ്പൊ പാടി അമ്മ ഉണരുള്ളൂ എന്ന് പറഞ്ഞു. കുട്ടി പിന്നെയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് പാടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്നാ മെല്ലെ പാപ്പാന്റെ ചവിട്ടിക്കാണ്ട് പാടിക്കൂടി പറഞ്ഞു. ഈ കുട്ടികളാകുമ്പോ അങ്ങനെയല്ലേ രാത്രി. അപ്പൊ ഈ ജൂതന്റെ മോനെ രാത്രി മൂത്രിക്കാൻ വേണ്ടി നീച്ചാണ്. അബൂ ഹനീഫ റളിയല്ലാഹു മറമാടപ്പെട്ട അന്നത്തെ നീച്ചുകാണ്ട് ജൂതനായ അച്ഛനോട് പറഞ്ഞു, അച്ചോ നമ്മളെ പിന്നെ മാപ്പിളന്റെ പുരയില് കൊലായ്മണ്ടായിരുന്ന വെളുത്ത തൂണ് ആരെടുത്തുണ്ടെന്ന് വെച്ച് നോക്കണങ്ങൾ. ആ വെളുത്ത തൂണ് ആരെടുത്തുണ്ടെന്ന് വെച്ച്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു, മോനെ അത് വെളുത്ത തൂണല്ല, അത് മാപ്പിള നിസ്കരിക്കുകയാണ്. അപ്പൊ വെള്ള വസ്ത്രാണല്ലോ, അപ്പൊ ഇത് അനങ്ങാതെ നിൽക്കുക. നമ്മളെ നിസ്കാരം അല്ലല്ലോ അവരെ നിസ്കാരം. നമ്മളെ നിസ്കാരം പടച്ചമുരാനെ കൊതുവിനെ 2 മൈൽസ് അപ്പുറം കണ്ട ആട്ടാൻ തുടങ്ങും. ഇവിടെ തന്നെ ഈ നിസ്കാരമല്ലല്ലോ ഇമാമിയങ്ങളെ നിസ്കാരം. അനങ്ങാൻ പാടില്ലല്ലോ. 3 ചില ആളുകൾ ഞാൻ തുടർന്നിട്ട് കൈയച്ചു പോയിട്ടുണ്ട്. കുതുവത്ത് ഒഴിവാക്കിയിട്ട് ഞാൻ ഒറ്റ നിസ്കരിച്ചിട്ടുണ്ട് ചില യാത്രയിലൊക്കെ. കാരണം ചില ആളുകൾ തെക്ബീറാണ്ട് കെട്ടിയാ പിന്നെ ചൊറിയാൻ പാസ് കൊടുത്ത മാതിരി. അല്ല ഏതൊക്കെ സ്ഥലത്താ ഓൾസ് കൊടുക്കണം അവിടക്കൊക്കെ വരലുണ്ട്. ഇമാമിയങ്ങളെ നിസ്കാരം അങ്ങനെയല്ലല്ലോ. അപ്പൊ ഇങ്ങനെ നിന്ന് ആ നിപ്പ് കണ്ടിട്ട് ഈ കുട്ടി ചോദിച്ച്, ഈ കുട്ടി അയച്ചിക്കണ വെള്ള തൂണാണ്. കുട്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛോ മാപ്പിളന്റെ പുരയിലുള്ള വെള്ളത്തൂണ് എവിടെ വെച്ച്? വെള്ളത്തൂണല്ല, അവിടെ നിസ്കരിച്ച നാളെ കബറ് പോയതാണ്. ആ മഹാനൂറുകൾ വഫാത്തത് ഈ മാസത്തിലാണ്. അല്ലാഹു ഒരു ബർക്കത്തോടെ നമ്മളെ കബൂലാക്കി തെറ്റ്. റബ്ബിനോർത്തുകൊണ്ട് ഇശാ മുതൽ സുബ്ഹി വരെ കരഞ്ഞ മഹാനാ.
അവരെ ആണ്ടുള്ള മാസമായതുകൊണ്ട് ഓർത്തുപോയതാണ്. ഇശാ നിസ്കരിച്ചിട്ട് പള്ളിയിലിരിക്കുമ്പോ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്ത് സൂറത്തു സൽസല എത്തുകയാണ്. അതിന്റെ അവസാനം ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ എന്ന ആയത്തങ്ങ് എത്തിയപ്പോൾ ഹദീസിന്റെ ലക്ഷപ്രഭുവായ മദ്ഹബിന്റെ ഇമാമായ ഇമാമിങ്ങൾക്ക് മുഴുവനും ഉസ്താദായ മദീനയുടെ മുദരിസായ മുത്തനബിയുടെ പേര് കേട്ടാൽ ശരീരത്തിന്റെ കളറുമാർ ഇഷ്കുള്ള അബൂ ഹനീഫ ഈ ആയത്തിന്റെ മുമ്പിൽ കൊച്ചുകുട്ടിയെ പോലെ പള്ളിയിലിരുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. കരച്ചിലങ്ങ് കൂടി. പള്ളിയിലുള്ള മുഅദ്ദിൻ വാതിലൊക്കെ അടച്ച് ഒരു വാതിൽ തുറന്നിട്ട് പോയി ഉസ്താദിന് പുറത്തു പോകാം. അങ്ങനെ മുഅദ്ദിന് സുബ്ഹി ബാങ്ക് കൊടുക്കാൻ വേണ്ടി വന്ന് പള്ളി തുറന്നപ്പോ ആ തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അബൂ ഹനീഫ തിരിഞ്ഞു നോക്കുന്നത്. പള്ളി തുറന്ന മുഅദ്ദിനോട് ഇമാമായ മുദരിസായ പണ്ഡിതന് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഇശാ നിസ്കരിച്ചിട്ട് പുറയിൽ പോകാൻ പള്ളി അടക്കുകയാണ് അല്ലേ? അടക്കുകയല്ല, അടക്കപ്പെട്ട് പള്ളി തുറക്കുകയാണ്. പക്ഷെ അടക്കപ്പെട്ട പള്ളി തുറക്കുകയാണ് എന്ന് പോലും സമയം പോയത് അറിഞ്ഞില്ല, സുബ്ഹിയായത് അറിഞ്ഞില്ല. ഒരു ആയത്തിന്റെ ചെറിയ കഷ്ണം 10-12 മണിക്കൂറുകളോളം മഹാനായ അബൂ ഹനീഫ തങ്ങളെ കരയിപ്പിച്ചുവെങ്കിൽ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. അതിലേക്ക് എത്താതെ നമ്മൾ രക്ഷപ്പെടില്ല. ആരാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്? ഒന്നർക്ക പറഞ്ഞേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ്. കിസ്റാനിറക്കോ കൈസറും പനിക്കുന്നതാണ്, മിസ്റിൽ മുഖൗഖിസ് കെട്ടുടഞ്ഞെത്തുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീനുമറല്ലോ, ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. ചെറിയ ആളല്ല, ഇബ്ലീസിനടിച്ച. പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇബ്ലീസ് പ്രായമുള്ള ഒരാളെ രൂപത്തിൽ ഉമർ ഖത്താബിനെ സ്വീപ്പാക്കാൻ വേണ്ടി വഴിയിൽ നിന്ന് മസ്ബൂക്കാക്കാൻ നോക്കിയതാ. ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. 100 റക്അത്ത് മസ്ബൂക്കാക്കി അത്രയും ശതമാനം കുറക്കാമല്ലോ. അങ്ങനെ ചില ഇലക്ഷനിലൊക്കെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. പിന്നെ ഭൂരിപക്ഷം കുറക്കാനാണ് ഏത് സ്ഥാനാർത്ഥി നോക്കുക. ഇത് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്, അപ്പൊ ശതമാനം കുറക്കാനുള്ള പരിപാടിയാണ്. ഒരു പ്രായമുള്ള ആളെ രൂപത്തിൽ വഴിയിൽ വന്നു മുഖത്താവ് പള്ളിക്ക് പോകുന്ന സമയത്ത് മുഖത്താവ് ഇങ്ങനെ ഓടുമ്പോ ഇയാളൊരു സൗണ്ട് ഉണ്ടാക്കി. അത് ഒലക്കെടുത്തിട്ട് വരലിൽ ഇങ്ങനെ കുത്തുന്ന ശബ്ദമാണ്, മിമിക്രി ഇങ്ങനെ ഒരു കുത്തുന്ന ശബ്ദമാണ്. അപ്പൊ സൗണ്ട് കേട്ട മുഖത്താവ് നോക്കിയ ഒരു പ്രായമുള്ള ഒരാളാണ്. ഖത്താബ് ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഓടുകയാണ്. പിത്തന നീ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് പിത്തനമാതിരി തന്നെ. അന്ന് പിന്നെ ഇതില്ലാത്തതുകൊണ്ട് റോട്ടിലാണ് നടക്കണമെന്ന് മാത്രം. ഇതിങ്ങനെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഖത്താബിനോട് ഖത്താബ് എന്തേന്ന് വെച്ചു. ഇപ്പൊ ഒരു ഒച്ച കേൾക്കണില്ലേ? മോനെ ഒന്ന് എണീക്ക് മോനെ. ഇപ്പൊ എന്നോടല്ലടാ അവിടെ പറഞ്ഞു. ഇപ്പൊ ഒരു സൗണ്ട് കേൾക്കണില്ല. അതെന്താന്ന് വെച്ചു, പള്ളിക്ക് സ്പീഡ് പോണ ഒരാളെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അതെന്താന്ന് വെക്കണം. അപ്പൊ ഖത്താബ് ഇത് പ്രായമുള്ള ആളല്ലേ എന്ന് ബഹുമാനിച്ചിട്ട് വന്നാണ്. സാധനം ഏതാന്ന് തിരിച്ചിട്ടില്ല. ഖത്താബ് പറഞ്ഞ അതിന്റെ സൗണ്ട് അത് ഈ ഒലക്കെടുത്തിട്ട് ഒരലിൽ ഇങ്ങനെ അടിക്കുന്ന സൗണ്ടാണ്. അല്ല അതെനിക്ക് മനസ്സിലായിക്കണ്. ഇനി സംശയം അവിടെ അല്ല ആരെന്ത് വെച്ചു, അത് ഒരലുമ്മ തട്ടിയിട്ടാണോ ഒരലും ഒലക്കമ്മ തട്ടിയിട്ടാണോ. അപ്പം ഖത്താബിന് മനസ്സിലായി സാധനം മറ്റേതാണ്. ഇത് സാധനം മറ്റേതാണ്, സ്വീപ്പാക്കാൻ വന്നാന്ന് മനസ്സിലായി. ഉടനെ കൈ എങ്ങനെയാണ് പൊക്കി മോന്ത കുറെ കൊടുത്തു. ഒരൊച്ച കെട്ടിയില്ലേ, ഇതിന്റെ കൈ എന്റെ മോന്തമ്മ തട്ടിട്ടാണോ മോന്ത കൈമ തട്ടിട്ടാണോ. നമ്മളാണെങ്കിൽ എന്താ എന്നിട്ട് അയാളെ കൂടാണ്ട് പോകും. ജമാഅത്ത് ഉണ്ടാവില്ല, പള്ളി ഉണ്ടാവില്ല, നിൽക്കാറും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, അതിനുള്ള ഇമാനില്ല. ആ മഹാനാണ്, അവരുള്ളിടത്ത ഒരാൾ നിൽക്കൂലെന്നാണ്. ആ മഹാനെ ഒട്ടകത്തിന്റെ മുകളിൽ കയറി ഇങ്ങനെ പോവാണ്.
അപ്പൊ ഒരു പൊരയുന്ന ഒരു ആയത്ത് കേട്ടു, അലം യഗ്നിലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സൂറത്തുൽ ഹദീദിലെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് തുളഞ്ഞു കയറുന്ന ആയത്തിന്റെ ശകലം കേട്ടപ്പോഴേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന വീരനില്ലേ, വില്ലാളി വീരനില്ലേ, രണകേസരിയില്ലേ, ആര് എവിടെ വെച്ച് ആരടാ എന്ന് ചോദിച്ചാലും സടകുടഞ്ഞെഴുന്നേറ്റ് ഞൊടിയിടയിൽ ഞാനടാ എന്ന് പറയുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഈ ആയത്ത് കർണപുടങ്ങളിലേക്ക് തട്ടേണ്ട താമസം ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് പേടിയുടെ ഊക്കുകൊണ്ട് ഹൃദയം തകർന്ന് താഴേന്ന് മൂക്കൂത്തി വീഴുകയാണ്. അപകടം കൊണ്ട് ഒരുപാട് ദിവസങ്ങൾ പുറയിൽ കഴിയുകയാണ്. ആ ദിവസം ജമാഅത്തിന് പങ്കെടുക്കാൻ പോലും കഴിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ ജനങ്ങളെ രോഗിയായി വന്ന് സന്ദർശിക്കുകയാണ്. ദിവസങ്ങളോളം അവരെ രോഗിയാക്കി പുറയിൽ ഇരുത്തിയത് അവർക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടായതല്ല, അവർക്ക് ഷുഗർ ഉണ്ടായതല്ല, അവരെ കാല് മുറിക്കപ്പെട്ടതല്ല, അന്ധത ബാധിച്ചതല്ല, അവർക്ക് പന്നിപ്പനി ബാധിച്ചതല്ല, അവർക്ക് പ്ലേഗോ കൊറോണയോ ഉണ്ടായതല്ല, അവർക്ക് അറ്റാക്കോ ബ്ലോക്കോ വന്നതല്ല. ഒരു ആയത്തിന്റെ കഷ്ണമങ്ങ് ചെകിടിലേക്ക് വന്നപ്പോ അതിന്റെ ഞെട്ടലും അതിന്റെ ചീറ്റലും പൊട്ടലും ഗാംഭീര്യവും ഉള്ളിന്റെ അകത്ത് ആളി പടർന്നപ്പോ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബിനെ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് അത് താഴേക്ക് മറിച്ചിട്ടുവെങ്കിലോ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഇതാ അവിടെ ഇരിക്കുന്ന പ്രായമുള്ള എല്ലാ ഉലമായിനും ഓർമ്മ ഉണ്ടാവും. എനിക്കിപ്പോ അവരെ പ്രായമില്ലല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഏതോ കുന്നിന്റെ മുകളിലായിരിക്കും ആള് പറയുന്നത് അബൂശാക്കരാന്ന് കേൾക്കാൻ കോയമുസ്ലിയാരെ 2 കൈയും 2 കാലും ഉണ്ടായിരുന്നില്ല. എടുത്തിട്ട് കൊടുത്തിട്ട് സ്റ്റേജിൽ ഇരുത്തല. ഇങ്ങനെ അങ്ങോട്ട് ആ മുറിയാൻ കൈ ഉണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് വെക്കോ, എന്നിട്ട് മൈക്കമ്മക്ക് ഒറ്റ നിക്കല, ശ്വാസം വലിയ ഒരൊറ്റ ആയത്തൊരു ഹദീസോ, കരയാത്ത ഒരൊറ്റ മനുഷ്യണ്ടായിരുന്നു. ഒരു ചൂട്ടുണ്ടാവും, 50 ആളും പോകും ആള്. ഞാനൊക്കെ അതിന് എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒപ്പം പോയ ഓർമ്മയുണ്ട്. എനിക്ക് അന്ന് ചെറിയ കുട്ടിയല്ലേ, ചൂട്ട് മിനിച്ചിട്ടാണ് വാതിന് പോവാ. ആ ചൂട്ടിന്റെ വെളിച്ചത്തിൽ ഒരു 50-55 ആളുകൾ ഉണ്ടാവും ഒറ്റ ചൂട്ട് മതി. അങ്ങനെ വ്യത്യസ്ത ചൂട്ടുകൾ ഇങ്ങനെ മല കയറും വേല വെക്കാൻ. അബൂശാക്കറായിരിക്കും, അല്ലെങ്കിൽ കോയക്കുട്ടി ഉസ്താദായിരിക്കും, അല്ലെങ്കിൽ സി എച്ച് ഉസ്താദായിരിക്കും, വലിയുള്ളാഹി ശംസുലമയായിരിക്കും. വാലിങ്ങനെ കേൾക്കാൻ വേണ്ടി പോകും. തിരിച്ചു വന്നാൽ ഈ പോയ ആണുങ്ങൾ മുഴുവനും സുബഹിക്ക് പള്ളിയിലുണ്ടാവും, എല്ലാരും ഉണ്ടാവും. തിരിച്ചു പോകുന്ന സമയത്ത് ആണുങ്ങളെ കണ്ണിന്നൊക്കെ വെള്ളം എടുക്കുന്നുണ്ടാവും, പെണ്ണുങ്ങളെ കണ്ണിന്ന് വെള്ളം എടുക്കുന്നുണ്ടാവും, കാതിന് ചോരിറ്റുണ്ടാവും. മനസ്സിലായോ? ഇതിനാ കാതിന് ചോരിറ്റിന്? എന്തിനാ കാതിന് ചോരിറ്റുന്നത്? പടച്ചോൻ നിങ്ങൾ പറയണില്ലല്ലോ കാതിന് എന്തിനാ ചോരിറ്റിന്? ഇത്തക്കുന്നാറ വലോപിശക്ക് തമ്പ്രാന്നാണ് ഉദ്ധരിക്കും. പള്ളി പൊളിച്ചിട്ട് ഇങ്ങനെ നന്നാക്കണം, വല്ലതും തരുന്നറിയും. പിന്നെങ്ങനെ സ്കൂർ അയക്കാൻ നിൽക്കൂല, കമ്മലം കണ്ട് വലിക്കും, കാതാണ്ട് കീറും, നരകാണ്ട് കൊടുത്തിട്ട് ഒറ്റ കൊടുക്കല. അവരൊക്കെ കബറില് ആ മയ്യത്തുകൾ മണവാട്ടികളെ പോലെയും മണവാളന്മാരെ പോലെയും മണിയറയാക്കി കിടക്കുന്നുണ്ടാവും. അവരൊക്കെ വെള്ളിയാഴ്ച രാവിലെ ചിരിച്ചു പോയരാ, അവരൊക്കെ 26 അന്ന് പോയരാ. നമ്മളോ പൂരപ്പറമ്പ് നാം പറഞ്ഞു വീണു. ഇപ്പോ നാളെ ഒരാളിനോട് പറഞ്ഞു പൂരപ്പറമ്പിൽ ICMB കൊണ്ട് കയറുന്നത് ഞങ്ങൾ അപ്പാണ്ട് വീണു, ഒന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടാവില്ല, ഓളറിഞ്ഞിട്ടുണ്ടാവും, നമ്മളറിയില്ലല്ലോ. ഇപ്പൊ ഈ വിവരം ഒന്നും അറിഞ്ഞിട്ടില്ല, അപ്പം തീരുമാനിക്കല്ല. പൂരപ്പറമ്പ് നാളെ വീണിക്കണം, അപ്പൊ പിന്നെ ഏകദേശം ഒക്കെ കുറെ അറിഞ്ഞിട്ടുണ്ടാവും. നല്ല നല്ല കാലങ്ങളൊക്കെ തിരിച്ചു വിളിക്കണം. ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം. ബീപൂര പെങ്ങന്മാരോ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാതിരിങ്ങളാൽ തുണറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമികാക്കണം യാ റബ്ബനാ ലാ ഇലാഹ لا إله إلا الله لا إله إلا الله لا إله إلا
ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓപ്പന്റെ മോനാണ്, അതുകൊണ്ടാണ് ഓൻ ഫ്ലാസ്ക് എടുത്തുവിടുന്നത്. അതാണ് ഈ കറാബത്ത്. ഇപ്പൊ നിങ്ങളാരും ഇപ്പൊ ഫ്ലാസ്ക് എടുത്തില്ലല്ലോ, കാരണം നിങ്ങളാരും എന്റെ മക്കളല്ല. എന്നാ ഞാനത് പറഞ്ഞത് ഓൻ ഫ്ലാസ്ക് എടുത്തതിനല്ല, ഒരായത്തോ അതാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മളോട് ബാപ്പയേക്കാൾ, മക്കളെക്കാൾ, കെട്ടിയവളേക്കാൾ, കുട്ടികളെക്കാൾ കറാബത്തുള്ള ആള് മുത്തു മുഹമ്മദ് മുസ്തഫയാ. അപ്പൊ എത്ര സ്നേഹം ഉണ്ടാവും. ഉണ്ട് നല്ല പറഞ്ഞു, ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഞാൻ അത് ഉദാഹരണമാക്കിയാണ്, എനിക്കെല്ലാം ഉദാഹരണമാണ്. അതുകൊണ്ട് ഓനിപ്പോ വാപ്പക്ക് തൊണ്ടെങ്ങനെ ഇപ്പൊ കുറച്ച് വെള്ളം കിട്ടിയാൽ തിരക്കുണ്ടാവില്ല എന്നൊരു ഹാലിലെത്തിയിട്ടുണ്ടാവുന്ന മനസ്സിലായപ്പോ ഓൻ അവിടുന്ന് പൊന്തി. അത് കറാബത്തിന്റെ ഒരു മഹബത്താണ്. എന്നാൽ നമ്മളൊക്കെ നരകത്തിൽ പോകുന്നത് സഹിക്കാൻ കഴിയാത്ത ഹൃദയം പടയുന്ന നേതാവാണ് ഉമ്മ, നേതാവാണ് തങ്ങളെ. ഹുബ്ബുൻ നബിയ്യി വമദുഹു ഖൈറുൽ അമൽ വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വഹ കഫൽ ഇൻദല്ലില്ലാഹി മുനഅമൻ തൻഈമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് സുദി, നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ബീംപൂരത്തെ സലാത്ത് ഇപ്പോഴും വായിച്ചില്ല. ഒന്നുറക്കെ പെണ്ണുങ്ങൾ മെല്ലെ, ആണുങ്ങൾ ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇപ്പൊ ബീംപൂരത്തെ സലാത്തായി. സല്ലല്ലാഹു അലാ ഉറക്കെ ചൊല്ലിക്കോളി, ഇതന്നെ രക്ഷയുള്ളൂ. അല്ലാഹു ഇനി കബൂലാക്കണേ. ഇന്നൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഉസ്താദെ കളവിന്റെ സുനാമിയാണല്ലോ വരുന്നത്, എല്ലാരും അതിൽ പെടുന്നുണ്ട്, നിങ്ങൾ വരെ, അപ്പൊ നിങ്ങൾ രക്ഷപ്പെടാൻ ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച്. നമ്മളെപ്പോലത്തെ എല്ലാരും പിടികൂടുകയും ട്രോളന്മാർ, എന്താ ചെയ്യാന്ന് വെച്ച് ഞാൻ അപ്പൊ അദ്ദേഹത്തിന് ചരിത്രം പറഞ്ഞു. വഞ്ചിക്കപ്പെടുക എന്നുള്ളത് ആരിലുണ്ടാവും. മുത്തുനബിന്റെ മുമ്പിൽ ഒരിക്കൽ ഒരു മുസ്ലിമിനെ കൊണ്ടുവന്നു, ഒരു സ്വഹാബിനെ. എന്നിട്ട് പറഞ്ഞു, അയാളെ കയ്യില് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. കുറച്ച് ആളുകൾ എന്നിട്ട് പറഞ്ഞു, ഇത് ദാ ഈ യഹൂദിന്റെ ഒട്ടകത്തിന് കട്ടെടുത്തിട്ടുണ്ട്. തെളിവ് ചോദിച്ചു, വ്യാജ തെളിവ് പറഞ്ഞു. അവൻ അള്ളാഹു റസൂൽ ഭരണാധികാരിയും കൂടിയല്ലോ, നബി മാത്രമല്ലല്ലോ. അപ്പൊ എല്ലായിടത്തും മോചിതത്തിന്റെ കളി കളിച്ചാൽ പിന്നെന്താ മാതൃക ഉണ്ടാകുക? അതുകൊണ്ട് അള്ളാഹു താല ചിലപ്പോൾ മറവിണ്ടാക്കും, നിസ്കാരം ചിലപ്പം കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് മഹാന്മാര് പറഞ്ഞ ആ ശരീരത്തിന് മാതൃകയ്ക്ക് ചിലത് അള്ളാഹു താല അങ്ങനെ ഉണ്ടാക്കും. അതിന്റെ അർത്ഥം എപ്പോഴും അബദ്ധം വേണമെങ്കിൽ വഞ്ചിക്കപ്പെടുന്നല്ല, എന്നാൽ രക്ഷപ്പെടും, സുരക്ഷ മഅസൂമാണ്. സംഗതി വ്യാജമാണ്, കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ഭരണാധിപൻ എന്ന നിലയിൽ തന്റെ മുമ്പിലെത്തിയ ആ സംഭവം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈവെട്ടാൻ വേണ്ടി വിധിച്ചു. കട്ടോന്റെ കൈവെട്ടണോ? അപ്പൊ ഇയാള് ഒരൊറ്റ ദുആയാണ്, ആ ദുആയിൽ സലാത്ത് എഴുതിയിട്ടാണ് ദ്വാരക്കുന്നത്. ആ സലാത്ത് കൊണ്ട് രക്ഷപ്പെടുത്താനാണ് മൂപ്പര് കെഞ്ചുന്നത്. അപ്പൊ ഒട്ടകം തന്നെ സംസാരിച്ചു, മുത്തനബിയെ ഇയാൾ എന്നെ കട്ടിട്ടില്ല, അവര് കള്ളം പറഞ്ഞാണ്. ഏത് കള്ളന്മാരുടെ പ്രചരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് അവലംബം അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അല്ലാഹു തആല സ്വലാത്ത് അധികരിപ്പിച്ച് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും. അല്ലാഹു സ്വലാത്ത് അധികരിപ്പിച്ച് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. നാളെ ചില ആളുകളെ, യുവാക്കളത് കേട്ടോളൂ, നാളെ ചില ആളുകൾ മീസാലിട്ട് തൂക്കിയിട്ട് പൊട്ടിയാല്
അവരെ ഊരക്ക് കയറിട്ടിട്ട് കൊണ്ടുപോകാണ് സബാനിയ മലക്കുകള് നരകത്തിക്ക്. നരകത്തിന്റെ വക്കിൽ ഇവരെ എത്താൻ നേരത്ത് ആ പുക ഇങ്ങനെ കൊള്ളാണ്. അതല്ലോ നരകം. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സലൂ ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. പടച്ചവനെ, ഫിർദൗസ് എന്ന സ്വർഗത്തിന് ഞാൻ അർഹനല്ല. കത്തിക്കാളുന്ന ബീഭത്സകമായ നരകജ്വാലയിൽ കടക്കാനുള്ള തൊലിക്കട്ടിയുമില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യാനുള്ള ഭാഗ്യം നൽകുകയും ഞാൻ ചെയ്യുന്ന തൗബയിനെ സ്വീകരിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്യണേ എന്ന് ഗതകാല ഗ്രഹാന്തരീക്ഷം ധന്യമായിരുന്ന പ്രാർത്ഥന വരികളല്ലേ ഇത് ചൊല്ലുമ്പോ ഉമ്മമാരെ കണ്ണ് നിറഞ്ഞിരുന്നില്ലേ? കവിൾത്തടങ്ങളിലൂടെ ബാഷ്പം ഒഴുകിയിരുന്നില്ലേ? മൊക്കനെ നനഞ്ഞിരുന്നില്ലേ? ആ ഉമ്മമാര് കലിമ ചൊല്ലി ചിരിച്ചു മരിച്ചു പോയില്ലേ? തൽസ്ഥാനത്തിന് മൊബൈൽ പിടിച്ചുകൊണ്ട് പ്രണയ സല്ലാപമല്ലേ? കുട്ടികൾ കോമഡിയുടെ കൂട്ടാളികളല്ലേ? സിനിമയുടെ ശബ്ദമല്ലേ? ഇതാന്ന് പറയത്ത അവസ്ഥ. ഉമ്മാന്റെ കയ്യിൽ ഈ സാധനം, ബാപ്പാന്റെ കയ്യിൽ സാധനം. നമ്മളൊക്കെ ചെറുപ്പകാലത്തെ കുട്ടികളെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടി പൗഡറിന്റെ കുപ്പി അന്ന് അയിമാണ്ടിരിക്കും. പ്രായം കൂടിയപ്പോ മിഠായി എന്ന് അപ്പൊ അയിമ കൂടും. പിന്നെ പ്രായം കൂടിയപ്പോ ഊഞ്ഞാലെന്ന് അയിമ കൂടും. പിന്നെ കുറച്ചും കൂടി പ്രായപ്പോ 3 ചക്രത്തിന്റെ സൈക്കിൾ എന്ന് അയിമ കൂടും. പിന്നെ പ്രായപ്പോ 2 ചക്രത്തിന്റെ സൈക്കിൾമ കൂടും. അപ്പൊ ഇതൊക്കെ എടുത്തു പോയി. ഇപ്പൊ ചെറിയ കുട്ടി മുതൽ 99 വയസ്സായ തന്തക്ക് വരെ ഈ സാധനം ഇതിമ കൂടും. തൊള്ളയിൽ പല്ലില്ലാത്ത തന്താര് കാണാ റബ്ബർ ബന്ധ് കീറിയാല് തൊള്ളയെന്ന് പറഞ്ഞുകൊണ്ട് ആയിക്കോക്കി മാരി വേശാന്റെ അടിയിൽ കാബത്തിന് പോയാലും മത്താഫിൽ ഇരുന്ന് കണ്ട ഒതുക്കുമെന്ന് കോക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിമങ്ങനെ ചോറിയ. മുമ്പ് ഇങ്ങനെ ഇഞ്ചക്ഷൻ അടിക്കലായിരുന്നു, കുത്തലായിരുന്നു. ഇപ്പൊ ചൊറിയല്ല, അഞ്ഞ് നാളെ ഊത്താണേക്കാരം. ആ എല്ലാവരും തീക്കൊക്കെ പെരുമ്പാൻ പോകുന്നവരെ ഇങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞാൽ ഒരു കാലം വരാണ്ട് ഊത്ത് നിർത്തും. ഇങ്ങനെ നോക്കലായിരിക്കും. ഇതിന്റെ ഒക്കെ ബാക്കില് ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഷാഫി വൈസ് ഇടക്കിടക്ക് ഇത് എടുത്തില്ലെങ്കിൽ അവരതിനെ ഹിദമത്ത് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടിട്ട് എല്ലാവരും കൂടി എടുക്കാൻ നിന്നാൽ ഇപ്പൊ നിസ്കാരത്തിനടിയിലൊക്കെ അല്ല കൊടുക്കണല്ലോ. ഇന്നും ഞാൻ കണ്ട ഒരാള് നിസ്കാരത്തിനെ എടുത്ത് കണ്ട് നോക്കുകയാണ്. അത്രമാനം തോന്നുന്നുണ്ട്. അല്ലാഹു അതുകൊണ്ട് തന്നെ ഇന്നാളൊരു ഇമാമുണ്ട് സമീഅല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. കാരണം കൽബൊക്കെ കുൽബാണ്. എന്താ ഇപ്പൊ ചെയ്യാ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏകാഗ്രതയിലുണ്ടല്ലോ അള്ളാഹിന്റെ മുമ്പിൽ ഒരു മിനി മിറാജിന്റെ അനുഭവം. ആർക്കാപ്പ നിസ്കാരത്തിലുള്ള? നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട സുന്നത്തിൽപ്പെട്ടാണ് ഈ സാധനത്ത് സെന്ററിൽ വെക്കലെന്ന്. ഇപ്പത്തെ മസാലയാണ്. ഇത് എടുത്തുകാണ്ട് സെന്ററിൽ വെക്കണം. എന്നിട്ട് റിങ് ഒരു മൈക്ക് ഇങ്ങനെ പാളി വെക്കാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എവിടെ എത്തി? നമ്മൾ എങ്ങനെ ദ്വാരുന്ന ഉത്തരം കിട്ടുക? നമ്മളിങ്ങനെ പറയണ്ടല്ലോ ഫലസ്തീന് വേണ്ടി ദ്വാരക്കാൻ എങ്ങനെ ഉത്തരം കിട്ടുക? ഇക്വാലത്തിലെ കൽബ്. സഹാബാക്കൾ അള്ളാനെ ഓർക്കാതിരിക്കണ്ട. ചോറയ്ക്കായിരിക്കുമ്പോഴും അവരെ ഓർമ്മ അള്ളയാണ്. നമ്മൾ അള്ളാനെ ഓർക്കാതിരിക്കുമ്പോഴും നമ്മൾ ഓർമ്മ മൊബൈലാ. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും അവരെ ഓർമ്മ അള്ളയാണ്, അവരെ ഓർമ്മ റസൂലാണ്. നമ്മൾ അള്ളാനെ റസൂലിനെ ഓർക്കാതിരിക്കുമ്പോഴും നമ്മൾ ഓർമ്മ ദുനിയാവിന്റെ ഇച്ചിൽ വേസ്റ്റുകളാ. അവിടെയാണ് അപകടം പിണയുന്നത്.
ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ ഈ വെള്ളിരാവിൽ വീമ്പൂര് വന്ന് പ്രസംഗിക്കുമ്പോ ഈ മുതഅല്ലിം പ്രഥമമായി എന്നെയും പിന്നെ നിങ്ങളെയും ക്ഷണിക്കുന്നത് ഏകനായ ശക്തി അല്ലാഹുവിലേക്കാണ്. സൃഷ്ടികളിൽ ഉത്കൃഷ്ടരായ വ്യക്തി മുഹമ്മദ് മുസ്തഫയിലേക്കാണ്. മക്കളെ, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. പക്ഷെ നമ്മളെ മണ്ണാക്കാൻ വേണ്ടി മണ്ണിൽ നിന്ന് കൊണ്ടുവന്നതല്ല, നമ്മൾ വേറെ ലോകത്തേക്ക് വിക്ഷേപിക്കപ്പെടുന്നവരാണ്. എന്നാൽ അവിടെ മൃഗങ്ങളും പക്ഷികളൊക്കെ മണ്ണായി പോകുന്നതാണ്. കൂനി തുറാബാ എന്ന് കേൾക്കുമ്പോഴേക്ക് സകലതും മണ്ണാവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് പൊട്ടരുത്. യഖൂലു യാ ലൈതനി കുന്തു തുറാബാ. മണ്ണിന് വന്നോൻ പറയും എനിക്ക് മണ്ണായ മതിയായിരുന്നു എന്ന് പറയും. പക്ഷെ മണ്ണാക്കാൻ വേണ്ടി മണ്ണെന്നുണ്ടാക്കിയതല്ല. നമ്മളെ നാളെ മൃഗങ്ങളെ പോലെ മണ്ണാക്കാൻ വേണ്ടി മണ്ണെന്നുണ്ടാക്കിയതല്ല. സ്വർഗത്തിലാക്കാൻ വേണ്ടിട്ടാ മണ്ണെന്ന് കൊണ്ടുവന്നത്. അതിന് വേറെ തഫ്സീർ കാണാം. യഖൂലുൽ കാഫിറു, അൽ കാഫിറാകുന്ന ഇബ്ലീസ് പറയും യാ ലൈതനി കുന്തു തുറാബാ. മണ്ണുമെന്നല്ല വാദപ്രയോഗം തുടങ്ങിയത്. അനമിനാർ വഹുമിൻ തുറാബ്. അതല്ല പ്രശ്നം പറ്റിയത്. വഹുമിൻ തുറാബ്, ആദം തുറാബ് എന്നാണ്. അനമിനാർ, ഞാൻ മണ്ണെന്നാണ്. ഞാനമിനാർ, ഞാൻ നാറെന്നാണ്. ഓൻ തുറാബ് എന്നാണ്. അതുകൊണ്ടല്ല സുജൂദ് വേണ്ടാന്ന് വെച്ചത്. അബാ വസ്തക്ബറ. കാരണം അനമിനാർ വഹുമിൻ തുറാബ്. ഈ അൽകാഫിറാകുന്ന ഇബ്ലീസ് നാളെ നാളെങ്ങനെ കൊടുങ്ങുമ്പോ ബേജാറായിട്ട് പറയാണ് കുന്തു യാ ലൈതനി കുന്തു തുറാബ. എനിക്കും ആ മണ്ണായ മതിയായിരുന്നു, നാറാവേണ്ടി ഉണ്ടായിരുന്നില്ല. അങ്ങനെയും ഔലിയാക്കളുടെ തഫ്സീറിൽ കാണാം. ഏതായാലും പൊതുവായിട്ട് അതിന് അറിയപ്പെട്ട തഫ്സീർ ഇതാണ്. മനുഷ്യന്മാരൊക്കെ അങ്ങനെ ആഗ്രഹിക്കും ചാവാളികള്, കരങ്കൂസുകള്, നരകീയ ചോലയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വിറക് കൊള്ളികളായ അവിശ്വാസികളും അഹങ്കാരികളും തമ്മാടികളോ പടച്ചവന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഈ മൃഗങ്ങൾ, ആനയും പന്നിയും പുലിയും കടുവയും കുരങ്ങുമൊക്കെ മണ്ണായതുപോലെ എനിക്കുമൊന്ന് മണ്ണായാൽ മതിയായിരുന്നു. പക്ഷേ ചെറുപ്പക്കാരാ, മണ്ണാകൂല. فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. ഞാൻ ബഹുമാനപ്പെട്ട ശാഫി വലിയുള്ളാഹി ശംസുൽ ഉലമയുടെ മഹത്വം പറയുന്നത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ കേൾക്കുകയുണ്ടായി. എനിക്ക് എന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മയുടെ ഓളത്തിൽ അപ്പോൾ തള്ളിയത് എന്റെ ചില പ്രസംഗത്തിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് സമസ്തയുടെ സെക്രട്ടറിയും ഷെയ്ഖുൽ ജാമിയുമായ അലിക്കുട്ടി ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. മഹാനായ ശംസുൽ ഉലമയുടെ സ്വഹീഹ് ബുഖാരിയുടെ തദ്രീസില് അലിക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള ഉലമാന്നത്തെ വിദ്യാർത്ഥികളാണ് ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ സ്വഹീഹ് ബുഖാരി തദ്രീസ് നടത്തുമ്പോൾ ചർച്ചകൾക്കിടയിൽ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനെ സുബ്ഹി വരെ കരയിപ്പിച്ച ഈ ആയത്തിലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ, ഈ ആയത്തങ്ങ് കടന്നു വന്നപ്പോൾ ശംസുൽ ഉലമ തലയങ്ങ് താഴ്ത്തുകയാണ്. അലിക്കുട്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ എങ്ങനെ എന്തിച്ചു ഷെയ്ഖുനെ ഇടക്കിടക്ക് ചില സമയത്ത് തല താഴ്ത്താറുണ്ട്. തല പൊക്കിയാൽ പിന്നീട് പെട്ടെന്ന് നമ്മൾ കിതാബിൽ കാണാത്ത ഗഹനമായ ഉത്സാരങ്ങൾ തഫ്സീറായി പറയാറുണ്ട്, ശർഹായി അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ വല്ലതും പറയുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പേന എടുത്ത് എഴുതാനിരിക്കുമ്പോ മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ ദർസ് നടത്തുന്നതിനിടയിൽ ശിഷ്യന്മാരെ മുമ്പിൽ വെച്ച് കൊച്ചുകുട്ടിയെ പോലെ തേങ്ങി തേങ്ങി കരയുകയാ. അവിടുത്തെ താടിരോമങ്ങളിലൂടെ ബാഷ്പം കുപ്പായത്തിലേക്ക് തുള്ളിയായി ഉറ്റുകയാണ്. ഉമ്മാ, പെങ്ങളെ, ചെറുപ്പക്കാരാ, സമസ്തയുടെ സെക്രട്ടറിയായ അറബ് നാട്ടിലെ പടുകൂത്തൻ പണ്ഡിതന്മാർ പോലും ആലിമുൽ ആലം എന്ന് വിശേഷിപ്പിച്ച വിലായത്തിന്റെ മർത്തബയിലെ സമുന്നത നേതാവായ ആരിഫായ ആശിഖായ ദാക്കിറായ മുദരിസായ ശംസുൽ ഉലമ എന്തിനാണ് സ്വഹീഹ് ബുഖാരി ദർസിനിടയിൽ ശിഷ്യന്മാരുടെ മുമ്പിൽ വളരെ കൂടുതലായി കരഞ്ഞത്, കൊച്ചുകുട്ടിയെ പോലെ എങ്ങളടിച്ചത്?
ഈ ആയത്തിന്റെ സാരാംശത്തിന്റെ മുമ്പിൽ ശൈഖുനാക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എത്രയോ സമയം തേങ്ങി കരയുകയാ. അതിന്റെ പവർ കണ്ടില്ലേ? സുബഹിയുടെ ബാങ്കുലി ഫാത്തിമ ഹോസ്പിറ്റലിന്റെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണപുടത്തിലേക്ക് ഒഴുകുന്ന സമയത്ത് യാസീന്റെ പ്രതിധ്വനികളെ കൊണ്ട് ധന്യമായ ആ റൂമിൽ വെച്ചുകൊണ്ട് 100 പ്രാവശ്യമല്ല എത്രയോ തവണ തഹ്ലീൽ ചൊല്ലിയിട്ട് സൂറത്ത് യാസീനും പാരായണം ചെയ്തതിനു ശേഷം ബാങ്കിന് മുഅദ്ദിന് ജവാബ് കൊടുത്തുകൊണ്ട് മുഅദ്ദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് പൂർത്തിയാക്കിയ സമയത്ത് അതിന് ജവാബായി ഉച്ചൈസ്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദ്ഘോഷിച്ച് അല്ലാഹുവിന്റെ അനന്ത വിഹായസിലേക്ക് പുഞ്ചിരി തൂകി പ്രസന്ന ഭാവത്തോടെ പാറിപ്പറന്ന മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയെ പാകപ്പെടുത്തിയത് അല്ലാഹനെ പേടിയാണ്, റസൂലുള്ളാഹിനോടുള്ള പ്രണയമാണ്, ഇൽമിനുള്ള ഖിദ്മത്താണ്, ഖൽബിലുള്ള ഇഖ്ലാസാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പൊ ഖൽബ് റബ്ബിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല, വളരെ പെട്ടെന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട വ്യക്തി, ഏറ്റവും ഇഷ്ടപ്പെടേണ്ട ശക്തി ഒന്ന്, ആ ഒരു ശക്തിയുള്ളൂ, അത് അല്ലാഹ്. ഏറ്റവും ഇഷ്ടപ്പെടേണ്ട വ്യക്തി ഒന്ന്, ആ ഒരു വ്യക്തിയുള്ളൂ, മുഹമ്മദ്. എന്റെ വിഷയം ഓരോ ദിവസം ഓരോ വിഷയങ്ങൾ മാറ്റി കൊടുക്കണമല്ലോ. ഇന്നിങ്ങനെ പറയാന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട വ്യക്തി മുഹമ്മദ് മുസ്തഫ. അതിന്റെ മേലെ വാപ്പ കയറാൻ പാടില്ല, അതിന്റെ മേലെ ഉമ്മ കയറാൻ പാടില്ല, അതിന്റെ ഭാര്യ കയറാൻ പാടില്ല, മക്കൾ കയറാൻ പാടില്ല, ആരും കയറാൻ പാടില്ല. അതിന്റെ മേലെ ആരെങ്കിലും കയറിയാൽ ഫതറബ്ബസു. ഖുർആനാ. فتربصوا حتى يأتي الله بأمره قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. പരിശുദ്ധ ഖുർആൻ. ഈ ഒറ്റ ആയത്തിൽ 8 കാര്യം ഒരു ഭാഗത്ത് പറഞ്ഞു, 3 കാര്യം വേറെ ഭാഗത്ത് പറഞ്ഞു. ഞാൻ ആയത്തിന്റെ വിശദീകരണത്തിന് എനിക്ക് ചുരുങ്ങിയ 10 മണിക്കൂർ വേണം. അതുകൊണ്ട് വിശദീകരണം ഒന്നും നടത്തുന്നില്ല. ഒരു ഭാഗത്ത് 8 കാര്യം, ഒരു ഭാഗത്ത് 3 കാര്യം. 8 കാര്യങ്ങൾ. ആ 8ൽ 800 ഉണ്ട്, 8000 ഉണ്ട്, 80,000 കാര്യങ്ങളുണ്ട്. ഈ 8ലല്ല, ദുനിയാവ് മൊത്തം 8 ഒതുങ്ങി. അബാവുക്കും ബാപ്പയാണോ, മക്കളാണോ, കെട്ടിയവളാണോ, കുട്ടികളാണോ, കച്ചവടാണോ, മണിമന്ദിരങ്ങളാണോ, സുഹൃത്തുക്കളാണോ, ഒക്കെ അങ്ങോട്ട് പറഞ്ഞു. അല്ല, അള്ളേ റസൂലാണോ, അവന്റെ മാർഗത്തിലുള്ള പോരാട്ടമാണോ നിങ്ങൾക്ക് ഏറ്റവും വലുത്, ഏറ്റവും ഇഷ്ടം? അഹബ്. അതിന്റെ അർത്ഥം എന്താ? അള്ളാനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. മനസ്സിലായോ? അങ്ങോട്ട് നോക്കേ. അള്ളാനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് മുസ്ലിമീങ്ങൾ. പക്ഷെ അതിനേക്കാളും ഇഷ്ടം ബാപ്പയായാൽ, ഉമ്മയായാൽ, കെട്ടിയവളായാൽ, കുട്ടികളായാൽ, കച്ചവടമായാൽ, മണിമന്ദിരമായാൽ, ദുനിയാവിന്റെ പ്രതാപമായാൽ, ഉദ്യോഗമായാൽ, തിരക്കായാൽ. മുഅ്മിനീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, മുനാഫിക്കീങ്ങളെ കുറിച്ചല്ല. പക്ഷെ അള്ളാന്റെ മേലെ വേറെ ആള് വന്നു, റസൂലിന്റെ മേലെ വേറെ ആള് വന്നു. ഫതറബ്ബസു, അള്ളാന്റെ അദാബ് കാത്തിരുന്നോളിന്നാണ്. എവിടെയെന്ന് ഖുർആനിൽ പറഞ്ഞില്ല. അപ്പൊ 2 ലോകത്തും കാത്തിരുന്നോളിന്നാണ്. ഇപ്പത്തെ എല്ലാ അദാബുകൾക്കും കാരണം അള്ളാഹിൽ നിന്നും റസൂലിൽ നിന്നും അകന്നു എന്നുള്ളതാണ്. നമ്മൾ അള്ളാന്റെ റസൂലിന്റെ പൊരുത്തത്തിലാവണം. ഇത് ക്ലിപ്പിടണ്ട, റസൂലിന്റെ പൊരുത്തത്തിലാണെന്ന് പറഞ്ഞാല് മുശ്രിക്കാവെന്ന് പറയാൻ നിൽക്കണ്ട. തലതിരിഞ്ഞ മൗലവിമാരെ, ബുഖാരി എടുക്കി. فمن كانت هجرته الى الله ورسوله فهجرته الى الله ورسوله ومن كانت هجرته الى الدنيا يصيبها او امراه يتزوجها فهجرته الى ما هاجر اليه. അർത്ഥം എന്താ അതിന്റെ അർത്ഥം? അള്ളാന്റെ റസൂലിനും പൊരുത്താണ് ഹിജറ കൊണ്ട് ഉദ്ദേശം. അപ്പൊ ഇബാത്തിൽ പൊരുത്ത ആഗ്രഹിക്കാവുന്ന മുശ്രിക്കാവൊന്നുമില്ല. സ്വഹീഹ് ബുഖാരിയാണത്. ദീനോണ്ട് മാഞ്ഞാളം കൊഞ്ചരുത്, പഠിച്ചോണ്ട് പ്രസംഗിക്കണം. ജനങ്ങളെ വെറുതെ കാഫറാക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും നമ്മൾ നമ്മളെ അളക്കേണ്ടതാണ്. അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഓ ഉമ്മമാരെ, പെങ്ങന്മാരെ, നേരത്തെ ഞാനൊരു തുണ്ടുകാരി നിങ്ങളോട് തുടങ്ങി വെച്ചില്ലേ? നാളെ ചില ആളുകളെ മീസാനിൽ വെച്ച് പൊട്ടിയാൽ നരകത്തിലേക്ക് സബാനിയാക്കളായ മലക്കുകൾ വലിച്ചു കൊണ്ടുപോകുമ്പോ നരകത്തിന്റെ അടുത്തങ്ങ് എത്തിയ ഒരു സുന്ദരനായ മനുഷ്യൻ ഓടിക്കതച്ചെത്തുകയാണ്. സബാനിയാക്കളായ മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകത്തിലേക്ക് തള്ളപ്പെടേണ്ട മനുഷ്യനെ തിരിച്ചു വാങ്ങുകയാണ്. നിങ്ങളെ ഊരെ പിടിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തുമേ. നബിയുനാ റസൂലുള്ളാഹി. മദീന പള്ളിയിൽ പോകുന്ന ആളുകൾക്കറിയാം, ബാബുസലാമിലൂടെ കടന്നു വരുമ്പോൾ ഒരു തൂണിന്റെ മുകളിൽ ഇന്ന് രാത്രിയിലും കൃത്യമായി കാണാം, സ്വർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഹദീസാണ്. ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിൽപ്പെട്ട വൻദോഷികൾക്കും ഞാൻ എന്റെ ശഫാഅത്തുണ്ട്. തൗബ ചെയ്തുകൊണ്ട് രക്ഷപ്പെടണോന്ന് മാത്രം. അല്ലാ, ഞങ്ങൾക്ക് തൗബക്ക് നീ കൽബ് പാകപ്പെടുത്തി തരണേ അല്ലാ. അല്ലെങ്കിൽ ചെറിയ കാര്യമല്ല നമ്മളെല്ലാരും പോകുന്നത്, ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. സ്വർഗത്തിൽ ആളുകൾ വളരെ വിരളം, നരകത്തിൽ പെരുത്ത്. ഇത് ഹൃദയത്തെ ഞെട്ടിക്കേണ്ടതാണ്. ആ സ്വർഗത്തിൽ നിന്ന് കടന്നു കിട്ടിയില്ലെങ്കിലേ തീച്ചൂട് മാതിരിയല്ല നരകം. ഇസ്തിരിപ്പെട്ട് 5 വെച്ചിട്ടൊന്ന് തൊട്ടോക്കാണി എത്ര സമയം വെക്കും? അടുപ്പുന്നൊരു കണലെടുത്തിട്ട് ചൊറിഞ്ഞു നോക്കാണി എത്ര സമയം ഇവിടെ വെക്കും? നരകത്തിന്റെ, എന്റെ വല്യമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നരകത്തിന്റെ തീയെന്ന് ചെറുപ്പത്തിൽ നരകം പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നാ. നരകത്തിന്റെ തീയെന്ന് എടുത്തിട്ട് ഒരാള് ദുന്യാവിന്റെ അടുപ്പ് കിട്ടാൽ ഓൻ അവിടെ പുതപ്പ് മൂടിയിട്ട് ഉറങ്ങും, കൂർക്കം വലിച്ച് സ്വപ്നം കണ്ടു ഉറങ്ങും. മനസ്സിലായില്ല? നരകത്തിന്റെ തീന്ന് കണ്ട് എടുത്തിട്ട് ഒരാൾ അഥവാ ദുന്യാവില് കല്യാണപ്പരയില് ചോറ് വെക്കണ ചെമ്പക്ക് തിളച്ച് മരണ സമയത്താണ് ഇട്ടുകൊടുത്താൽ ഓൻ ആ ചെമ്പ് കിടന്നിട്ട് ഉറങ്ങുന്നു. അത് അനുഭവിച്ച് പരിചയിച്ചാൽ ഇതൊന്നുമല്ല. അള്ളാഹു ആ നരകത്തുനിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് നന്നായിട്ട് ആമീൻ ചൊല്ലിക്കോളി, ക്ലിക്കാവും. ഇത് നല്ല സാഹസാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് ബിൻ നബിയിൽ. ആ നരകത്തിന്റെ വക്കിൽ ഇങ്ങനെ എത്തിയിട്ട് ഇവൻ ഇങ്ങനെ തള്ളാൻ പോവാണ്. സലാത്തിന്റെ മാത്രം ഇങ്ങനെ തള്ളാൻ പോകുമ്പോണ്ട് ഒരാൾ ഓടിക്കരച്ചെത്തി, സുന്ദരനായ ഒരു മനുഷ്യൻ. എന്നിട്ട് മലക്കുകളെ കയ്യിൽ നിന്ന് ഇവനങ്ങോട്ട് പിടിക്കും. ഇവനെ എടുക്കാടന് നരകത്ത് എന്തേ? മീസാലിട്ട് തൂക്കിയപ്പോ സയ്യാത്ത് കൂടിക്കണ, ഹസനാത്ത് കുറഞ്ഞിക്കണ്. അതുകൊണ്ട് ഹിസാബിൽ പൊട്ടിയിട്ടുണ്ട്, നരകത്തേക്ക് തള്ളൻ. ഇവന്റെ ആളാണ്. ഇവന്റെ അമലുകൾ എനിക്കൊന്നും തൂക്കി വെക്കണം എന്ന് പറയും. പടച്ചോൻ എല്ലാവർക്കും ഇത് ഉണ്ടാവില്ല, അള്ളാഹ് ഏകിയവർക്കേ ഉണ്ടാവുള്ളൂ. അത് ആരെയാണ് അള്ളാഹു തെരഞ്ഞെടുക്കണം നമുക്ക് പറയാൻ പറ്റൂല. ഇത് കണ്ടിട്ട് ഇനി തെറ്റ് ചെയ്യാനോട്ട് പോവും വേണ്ട. ഖുർആൻ തെറ്റ് ചെയ്യാ 10 സലാത്തും ഇല്ല, അതല്ലേ ഈ പറയണത്. ഇത് ആർക്കൊക്കെ കിട്ടുമൊന്നും പറയാൻ പറ്റൂല. ഏതായാലും ഹദീസിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഇവനെ നേരെ കണ്ട് ഈ വന്ന ആള് വലിച്ചോണ്ടോ, എന്നിട്ട് മീസാന്റെ അവിടെ കൊണ്ടുവരും, എന്നിട്ട് ഇവന്റെ അമലൊക്കെ ഒന്ന് തൂക്കി വെക്കും. അപ്പൊ ശരിയാണ്, ചീത്ത അമലുകൾ കനം കൂടുണ്ട്, നല്ലത് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നരകത്തിൽ തന്നെയാണ്. അപ്പൊ ഈ വന്ന ആളുണ്ടല്ലോ, ഒരു ചെറിയ കാർഡ് ബത്താഹ അഹ്റജ പുറത്തെടുക്കും. എന്നിട്ട് ഇയാള് ഈ മീസാനിൽ ഈ ബത്താക്കിടും. അപ്പൊ നന്മന്റെ തട്ടങ്ങട്ട് താവും, തിന്മന്റെ പൊന്തും. അപ്പൊ നേരെ എതിര് തീരുമാനമായി. നന്മക്ക് കനം കൂടി, തിന്മക്ക് കനം കുറഞ്ഞു. അവന് സ്വർഗത്ത് കാക്കാനുള്ള പ്ലാനായി. തീരുമാനം മാറി. ഇയാളിങ്ങനെ അത്ഭുതപ്പെടും. ഈ സമയത്ത് ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കൂല, വാപ്പ തിരിഞ്ഞോക്കൂല, ഉമ്മ തിരിഞ്ഞോക്കൂല, സ്നേഹിതന്മാര് തിരിഞ്ഞോക്കൂല, കെട്ടികളുണ്ടാവില്ല, കുട്ടികളുണ്ടാവില്ല. ഒറ്റപ്പെട്ട് കഷ്ടപ്പെട്ട് നരകത്തേക്ക് വീഴാൻ സമയത്ത് ആര് തിരിഞ്ഞു നോക്കാനാ? ദുന്യാവിൽ തന്നെ കുടുങ്ങിയ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത കാല. എന്നിട്ട് ആഖിറത്തിന്റെ കാര്യം പറയണോ? ആരാ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവുക? ഒറ്റ കുടുങ്ങിയ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ, ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഓരോരുത്തരും നാവ് ശ്രദ്ധിക്കുന്നതും പേന ശ്രദ്ധിക്കണതും നല്ലതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരൊറ്റ കുട്ടിയും കുടുങ്ങിയ ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാകും, ഒരാളുണ്ടാകും. നരകത്തിന്റെ വക്കിൽ നിന്ന് സബാനിയാക്കളായ മലക്കുകളുടെ കയ്യിൽ നിന്ന് ഇവനെ പിടിച്ചു വാങ്ങിയിട്ട് അമല് രണ്ടാമത് തൂക്കിയിട്ട് ഒരു കാർഡിട്ടുകൊണ്ട് നന്മയുടെ അമല് കനം കൂട്ടിയിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നരകത്തിന്റെ വക്കിലെത്തി തമ്മാടിയില്ലേ, നന്മയുടെ കനം കുറഞ്ഞത് കൊണ്ട് തിന്മ കനം കൂടിയത് കൊണ്ട് നരകത്തിന്റെ വക്ക് വരെ എത്തിയ ഈ മനുഷ്യനില്ലേ,
ആപൽ സമയത്ത് ആരുമില്ലാതെ വന്നപ്പോ ഓടിക്കതച്ചെത്തി തന്നെ സഹായിച്ച സുമുഖനായ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, നരകത്തിന്റെ വക്കിൽ നിന്ന് ഒരാളും എന്നെ സഹായിക്കാത്ത സമയത്ത് ഒരു കാർഡുമായി വന്ന് എന്റെ ക്ലാസ്സിൽ രണ്ടാമത് കിട്ടി എന്റെ നന്മയുടെ അമലുകൾ കനം കൂട്ടി നരകത്തിലേക്ക് വിധിക്കപ്പെട്ട് വലിച്ചഴക്കപ്പെട്ട എന്നെ സ്വർഗത്തിലേക്ക് ഊര പിടിച്ച് രക്ഷപ്പെടുത്തിയ നിങ്ങളാരാ? ആ സമയത്ത് ഓടിക്കതച്ചെത്തിയ ഈ സുന്ദരനായ മനുഷ്യൻ ചോദിക്കുകയാണ്, നീ എന്നെ അറിയൂലേ? അന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്ന് പറഞ്ഞേക്ക്, അന മുഹമ്മദുർ റസൂലുള്ളാഹ്. الشفاعة قبلنا في القيامة مشفقا واغلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي صلى الله على محمد. ഓടിക്കതച്ചെത്തിയിട്ട് നരകത്തിന്റെ ഭീകരമായ വക്കിൽ നിന്ന് ഈ മനുഷ്യന്റെ ഊര പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുന്ന ഇയാള് പറയുകയാണ്, പൊന്നുമോനെ, നീ ചെയ്ത തമ്മാടിത്തരങ്ങൾ കാരണത്താലാണ് നീ നരകവാസിയായത്. പക്ഷേ നീ പലപ്പോഴും എനിക്ക് സ്വലാത്ത് ചൊല്ലി കരയുന്നവനല്ലോ. നീ ചൊല്ലിയ സ്വലാത്തുകളൊക്കെയോ ഞാനായിട്ട കാർഡിൽ ഞാൻ എഴുതി സൂക്ഷിക്കുന്നുണ്ട്. എനിക്ക് സ്വലാത്ത് അധികരിപ്പിച്ചവനെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തലോ എന്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് ഷഫീആയ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് രക്ഷകനായി വന്ന ശുപാർശകനായി വന്ന മുഹമ്മദ് നബിയാണ് മോനെ എന്നങ്ങ് പറയുമ്പോ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ട മനുഷ്യൻ സന്തോഷം കൊണ്ട് കരയുകയാണ്. ഉമ്മമാരെ, പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, വെള്ളിയാഴ്ച രാവാണ്, റജബ് മാസമാണ്, സ്വലാത്ത് അധികരിപ്പിച്ചോ. വെള്ളിയാഴ്ച രാവിലെ പൊതുവെ ദലാൽ ഖൈറാത്ത് ചെല്ലുക എന്നുള്ളത് ഒരുപാട് മുഅ്മിനീങ്ങളുടെ പതിവാക്കിയ കാര്യമാണ്. ദലാൽ ഖൈറാത്ത് തന്നെ എന്നും ചെല്ലുന്ന ആളുകളുണ്ട്. ഓരോ ദിവസത്തിന് നിശ്ചയിക്കപ്പെട്ട ദിക്റുകൾ സ്വലാത്തുകളാണ്. ഇനി ഒന്നും വേണ്ട, അതാണ് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത് തന്നെ. ആ ഏടിൽ കുറെ സലാത്തുകളുണ്ട്. ഓരോ ദിവസം ഒരുപാട് സലാത്ത് മദീനയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ നാവും അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സലാത്ത് മഹാനായ സുലൈമാൻ ജസൂൽ ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താണോ, ഒരു വഴിയേറി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒളു ചെയ്യാനുള്ള സമയമായി, കുടിക്കാനും ദാഹമായി, വെള്ളമൊട്ട് കാണുന്നില്ല. തൊട്ടരികെ ഒരു കിണർ കണ്ടു. ആ കിണറ്റിലേക്ക് പാളി വെക്കുമ്പോ അടിയിലാ വെള്ളം ഉള്ളത്. അങ്ങനെ കിട്ടൂലല്ലോ, ഒളു ചെയ്യണം, കുടിക്കണം, വെള്ളം അടിയിൽ നിന്ന് കിട്ടൂലല്ലോ. അപ്പൊ എങ്ങനെയാ വെള്ളം എടുക്കുക എന്നുള്ള സംശയത്തിൽ വളരെ സങ്കടത്തോടു കൂടി കിട്ടാത്തൊരു പ്രയാസത്തിൽ അയക്ക് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ പെൺകുടി ഉണ്ട് തൊട്ടടുത്തൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. ചെറിയ കുട്ടിയല്ലേ. ഒരു ഉസ്താദ് കിണറ്റിങ്ങനെ പാളി വെക്കുന്നുണ്ടപ്പോ ഈ പൈതലൊന്നും ഇടിച്ചു, ഉസ്താദ് നിങ്ങളെന്താ താഴേക്ക് ഇങ്ങനെ നോക്കിക്കുന്നു? മോളെ, എനിക്ക് ഒളു ചെയ്യണം, വെള്ളം കുടിക്കണം, വെള്ളം കിട്ടണില്ല. ഇതിൽ വെള്ളമുണ്ട്, പക്ഷെ താഴെയുള്ള ഉള്ളത് എങ്ങനെ കിട്ടുക? പാട്ടൊന്നും ഇവിടെ കാണാനില്ലാറപ്പോ ഈ കുട്ടി കൂളായിട്ട് പറയാണ്, ആ വെള്ളം ഞാൻ കണ്ട് ഉയർത്തി കാണിച്ചെന്നാ പോരേന്ന് വെച്ചു, ഞാൻ കണ്ട് പൊക്കി തന്നാ പോരേന്ന് വെച്ചു. പാട്ടും കയറില്ലാതെ പാട്ടും കയറൊന്നും വേണ്ടാറ്. എങ്ങനെയാ വെച്ചു, ഈ കുട്ടി നാവുന്ന് കുറച്ച് ഉമിനീര് ആ കിണറ്റിക്ക് തുപ്പി. അപ്പൊ വെള്ളം മേൽക്ക് ഇങ്ങനെ പതിച്ചുണ്ട്. ഒതുർത്തോളി കിതാബിലുള്ളതാണ്, വേണമെങ്കിൽ വിശ്വസിക്കാം. ഒതുർത്ത് വെള്ളം താന്നു. അത്ഭുത പരിഭ്രാന്തനായ മഹാനവറുകൾ ഈ കുട്ടിനോട് വെച്ചു, മോളെ, എന്റെ നാവിന് എന്താ പൊന്നുമോളെ എത്ര വലിയ പ്രത്യേകത? ഈ നാവ് കെട്ടിയിട്ട് ഉമിനീര് തുപ്പിയപ്പോഴേക്ക് വെള്ളം ബർക്കത്തോണ്ട് ഉയർന്നു വന്നല്ലോ. എന്റെ നാവ് കൊണ്ടേ ഞാൻ മുത്തുനബിന്റെ വലിയ 10,000 സലാത്ത് ഒരു ദിവസം ചെല്ലുണ്ട്. അതുകൊണ്ട് ഇത് വെറുതാവൂല. സലാത്ത് അധികരിപ്പിച്ചാൽ വെറുതാവൂല. ആ നാവിന്ന് ആ അന്ത്യശ്വാസ സമയത്ത് ദിക്റ് വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ചില സഹാബാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹിനേക്കാളും കൂട്ടിയത് മുഹമ്മദ് നബിന്റെ മേലെ സലാത്താണ്. ചില സഹാബാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനേക്കാളും കൂട്ടിയത് റസൂലുള്ളാഹിന്റെ മേലുള്ള സലാത്താണ്. കാരണം അവസാനത്തെ ദിക്റല്ല, ഇത് അധികരിപ്പിച്ചാൽ മതിന്ന്. ഇന്ധനം അടിച്ചാൽ മതി, ഓടാനുള്ളത് ഓടും.
ധീരിപ്പിച്ചാൽ മതി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ ഊന്നി പറയുകയാണ്, അതിന്റെ ഒരു ശഫാഅത്ത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ സംഭവം അനുബന്ധമായി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും ഒരു 3 സ്വലാത്ത് ആ ചെല്ലണമേത്ത് ഞാൻ തുടക്കത്തില് ചിരിക്കാനും ചിന്തിക്കാനുള്ള ഫലിതങ്ങൾ പറയും, നിങ്ങൾ ഉറങ്ങാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്റെ തുടക്കവും മദ്ഹായിരിക്കും, ഒടുക്കവും മദ്ഹായിരിക്കും, മദ്യവും മദ്ഹായിരിക്കും, മജ്ജ ഏത് വിഷയത്തിലും മുഹമ്മദ് മുസ്തഫയായിരിക്കും. അതാണ് രക്ഷ. അതുകൊണ്ട് ഞാൻ പിരിയുന്ന സമയത്ത് എന്നോടും നിങ്ങളോടും മദീന മണവാളനിലേക്ക് മാടി വിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പെങ്ങന്മാരും ഉമ്മമാരും ബഹുമാനപ്പെട്ട ഷാഫി ഫൈലിന്റെ ദിക്റുകളിലും ദുആയിലൊക്കെ നിരന്തരമായി പങ്കെടുക്കുന്നവരല്ലോ. ഉമ്മ പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ടവർ ഞങ്ങളെ പോലെയുള്ള പ്രഭാഷകന്മാര് പലപ്പോഴും പേര് പറഞ്ഞും അല്ലാതെയും ഓർക്കാറുണ്ട്. പ്രതീക്ഷയുള്ള സദസ്സാ പിരിഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സ്വലാത്ത് കൊണ്ടുള്ളൊരു അത്ഭുതമാണ്. മുത്തനബി മദീനയിൽ ഭരണം നടത്തുന്ന സമയത്ത് തൊട്ടടുത്ത ഗ്രാമത്തില് സ്വലാത്തിന്റെ ലഹരിയുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉണ്ണുന്ന സമയത്തും സ്വലാ, ഉറങ്ങുന്ന സമയത്തും സ്വലാ, അനങ്ങുന്ന സമയത്തും സ്വലാ, അടങ്ങുന്ന ഒടുങ്ങുന്ന സമയത്തും സ്വലാ, രാവും പകലും സ്വലാ. മരം വെട്ടി കുടുംബത്തെ പോറ്റിയിരുന്ന ആളാണ്. ഇമാമികൾ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതാണ്. വസീലത്തുൽ മുതവസ്സിലീൻ എന്ന ഗ്രന്ഥത്തിലും കാണാം, മറ്റ് പല ഗ്രന്ഥങ്ങളിലും കാണാം. ഈ മനുഷ്യന് എപ്പോഴും സ്വലാത്താണ്. അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന 20 കുടുംബങ്ങൾ ജൂതന്മാരാണ്. അവർക്ക് റസൂലുള്ളാഹിന്റെ ബദ്ധവൈരികളാണ്. അതുകൊണ്ട് സ്വലാത്ത് അവർക്ക് വല്ലാത്ത പ്രയാസമായി. എന്നാൽ അവരെ അറിയാതെ ചൊല്ലണമെന്നൊക്കെയുണ്ട്. പക്ഷേ ഇഷ്കങ്ങ് കൂടിയാൽ ചിലപ്പോൾ ശബ്ദമങ്ങ് ഉയരുന്നതാണ്, ചിലപ്പോൾ ശബ്ദമില്ലാതെയാകുന്നതാണ്. ഇതൊക്കെ ആശിക്കങ്ങളുടെ വ്യത്യസ്ത തസ്തികയാണ്. ഓരോ ആളുകളുടെ ഹാലനുസരിച്ചുകൊണ്ടാണ് അനുഭവങ്ങൾ ഉണ്ടാവുക. ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് പലപ്പോഴും ഉറക്കെ സ്വലാത്ത് തന്നെ, മരം മുറിക്കാൻ പോകുമ്പോഴും സ്വലാത്ത് തന്നെ, മരം മുറിക്കുമ്പോഴും സ്വലാത്ത് തന്നെ, മുറിക്കപ്പെട്ട കഷ്ണങ്ങൾ വെണ്ണീറുകളാക്കുമ്പോഴും സ്വലാത്ത് തന്നെ, അത് വിൽക്കുമ്പോഴും സ്വലാത്ത് തന്നെ. ഈ ജൂതന്മാരായ 20 ചെറുപ്പക്കാർ കൂടിയിട്ട് അവർ തീരുമാനമെടുത്തു, ഈ മനുഷ്യൻ നാളെ മലമുകളിലേക്ക് മരം മുറിക്കാൻ പോയാൽ നാട്ടുകാരറിയാതെ ഇവനെ സ്വലാത്ത് അവസാനിപ്പിക്കണം നമുക്ക്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നവന്റെ നാവില്ലയോ, അത് നമുക്കൊന്ന് അറുത്തെടുക്കണേ. ജൂതന്മാർ എക്കാലത്തും അങ്ങനെയാണ്. ഇപ്പോൾ ഫലസ്തീനിൽ നിങ്ങൾ കണ്ടില്ലേ, എത്ര ദിവസങ്ങളായി മാസങ്ങളായി കൊന്നൊടുക്കപ്പെടുന്നൊക്കെ പൈതങ്ങളല്ലേ, നിരപരാധികളായ ഗർഭിണികളല്ലേ, പ്രായമുള്ള ഉമ്മമാരല്ലേ. അവർ കുറ്റം ചെയ്തവരാണോ? പക്ഷെ പക തീർക്കുന്നത് നിരപരാധികളോടല്ലേ. നിരപരാധികളായി എട്ടും പൊട്ടും തിരിയാത്ത പിച്ച വെച്ച് വളരുന്ന കൊച്ചുമക്കള് ബോംബ് തട്ടിയിട്ട് തല പിളർന്നുകൊണ്ട് കത്തിച്ചാമ്പലാകുന്നത് കണ്ട് കൈകൊട്ടി ആഘോഷിക്കുന്ന ജൂത പരിശകളില്ലേ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, റസൂലുള്ളാഹിന്റെ ബദ്ധവൈരികൾ തന്നെ. ഈ മനുഷ്യൻ വിറക് വെട്ടാൻ വേണ്ടി ഉദ്ദേശിച്ച് കാട്ടിൽ മലമുകളിൽ കയറുന്ന സമയത്ത് ഇവര് പിറ്റേ പ്രഭാതത്തിൽ 20 ആളുകൾ കൂർത്തമൂർത്ത കത്തിയുമായി ഈ മനുഷ്യന്റെ പിന്നാലെ പോവുകയാണ്. മരം വെട്ടുന്ന സമയത്ത് വളഞ്ഞിട്ടുകൊണ്ട് മലർത്തിക്കിടത്തിയിട്ട് വാപ്പിളർത്തിയിട്ട് ഈ മഹാനായ മുസ്ലിമില്ലേ, ആശിക്കില്ലേ, സ്വലാത്തിന്റെ ലഹരി കയറിയ മഹാനില്ലേ, ആ മഹാന്റെ വായുടെ ഉള്ളിലേക്ക് അണ്ണാക്കിലേക്ക് മൂർച്ചേറിയ കത്തിയിറക്കിയിട്ട് നാവങ്ങ് അറുത്തെടുക്കുകയാ. ബത്തക്ക വെട്ടുന്നത് പോലെ, അലുവ മുറിക്കുന്നത് പോലെ, വെണ്ടക്ക അരിയുന്നത് പോലെ നാവങ്ങ് മുറിച്ചെടുക്കുകയാണ് ഉമ്മ. നാവ് മുറിച്ചെടുത്തുകൊണ്ട് ജൂതന്മാർ ഈ മഹാനായ ആശിക്കിന്റെ കയ്യിലങ്ങ് കൊടുക്കുകയാണ്. എടാ,
നിനക്കൊരു നേതാവില്ലേ, പേര് മുഹമ്മദ് എന്നല്ലേ, ആ നേതാവിന്റെ പേരിലല്ലേ നീ സ്വലാത്ത് ചെല്ലുന്നത്? കൊണ്ടുപോയി കൊടുക്കടാ, ഞങ്ങൾ മുറിച്ചെടുത്ത നാവ് നേതാവിന്റെ കയ്യില്. തീരുമാനം കാണുമടാ. ഇത് തീരുമാനം കാണാൻ വേണ്ടി കൊടുത്തതല്ല, പരിഹസിക്കാൻ വേണ്ടി കൊടുത്തതാണ്. കാരണം ആ നാവ് നേതാവ് തിരിച്ചു വെക്കുമെന്ന് ഇവർക്ക് സ്വപ്നേ ചിന്തയില്ല. പക്ഷേ 10,000-കണക്കിന് സ്വലാത്ത് ദിനം പ്രതി ചൊല്ലുന്ന മഹാനായ ഈ മുഅ്മിനായ ആശിക്കായ മനുഷ്യൻ അവർ മുറിച്ചെടുത്ത് കയ്യിൽ കൊടുത്ത് പടക്കുന്ന ചോരയിറ്റുന്ന നാവില്ലേ, ആ നാവ് ഒരു കയ്യിൽ പിടിക്കുകയാണ്. മറുകയിൽ അദ്ദേഹം മക്കളെ പോറ്റാൻ വെട്ടിയെടുത്ത മരക്കഷ്ണങ്ങൾ കൊട്ടയിലാക്കി അതും തലയിൽ വെച്ച് മറ്റേ കൈ കൊണ്ട് കൊട്ട പിടിക്കുകയാ. ഒരു കൈയിൽ വിറക് വെട്ടിയ കൊട്ടയാ, മറുകൈയിൽ സ്വലാത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മുറിക്കപ്പെട്ട ചോരയിറ്റുന്ന നാവ് തന്നെ. അങ്ങനെ ഇലാ ഹളറത്തു റസൂലില്ലാഹ്, മദീനയുടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് മുറിക്കപ്പെട്ട സ്വലാത്ത് ചൊല്ലിയ നാവ് ചോരയിറ്റുന്ന അവസ്ഥയിൽ പിടക്കുന്ന നാവ് കയ്യിൽ പിടിച്ച് മറ്റൊരു കൈ കൊണ്ട് മുറിക്കപ്പെട്ട മരത്തിന്റെ കഷ്ണങ്ങളും തലയിലേറ്റി റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരുന്ന ഈ മഹാൻ അവിടുന്ന് പുറപ്പെട്ട് പള്ളിയുടെ പക്കമെത്തിയപ്പോൾ ഫനസലൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് പറയുകയാണ്, നബിയേ ഒന്ന് എണീറ്റു നബിയേ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കോ. അങ്ങേ കാണാൻ ദൂരെ നിന്നൊരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. സാധാരണ ചെറുപ്പക്കാരനല്ല, ആ ചെറുപ്പക്കാരനെ സ്വീകരിച്ചോ നബിയേ. മുത്തുനബി പള്ളിയിൽ നിന്ന് നീക്കുകയാണ്. വലതുഭാഗത്ത് അബൂബക്കറിന് സിദ്ദീഖ്, ഇടതുഭാഗത്ത് ഉമറുൽ ഫാറൂഖ്. അല്ലാഹുവിന്റെ റസൂല് പള്ളിയുടെ മുമ്പിൽ നിന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ ദൂരെ നിന്ന് തലയിൽ കൊട്ടയും താങ്ങി ഒരു കയ്യിൽ നിന്ന് രക്തമുറ്റുന്ന എന്തോ സാധനം പിടിച്ച് ഒരാള് വരുന്നത് കണ്ടു. അടുത്തെത്തിയപ്പോൾ സ്വഹാബാക്കൾ ഞെട്ടിത്തെറിക്കുകയാണ്. കയ്യിൽ പിടിച്ചത് പിടക്കുന്ന ചോരയിറ്റുന്ന നാവാ, വായിൽ നിന്നൊക്കെ രക്തം പമ്പ് ചെയ്യുകയാ. എന്താണ് സംഭവമെന്നറിയാതെ പരിഭ്രാന്തരായ സ്വഹാബാക്കളും നിൽക്കുന്ന സമയത്ത് ഈ മഹാനായ മനുഷ്യനില്ലേ, റസൂലുള്ളാഹിന്റെ കയ്യിൽ മുറിക്കപ്പെട്ട ചോരയിറ്റുന്ന 10,000-കണക്കിന് സ്വലാത്ത് ദിനം പ്രതി ഉരിയിടുന്ന ഈ നാവങ്ങ് കൊടുക്കുകയാണ്. കാരണം ജൂതന്മാർ പറഞ്ഞത് നേതാവിന്റെ കയ്യിൽ കൊടുക്കാനാണ്. എന്റെ നേതാവ് ഇതും അതിലപ്പുറവും അള്ളാഹു കഴിവെടുക്കുന്ന ആളാണ് എന്ന് തിരിച്ചറിവുള്ള ഈ മഹാനായ മനുഷ്യൻ മുസ്തഫായ നബിയുടെ കയ്യിലങ്ങ് നാവ് കൊടുത്തപ്പോ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ആ നാവ് ഒരു പക്ഷി പാറും പോലെ ഈ മനുഷ്യന്റെ വായിലേക്ക് അങ്ങ് പാറുകയാണ്. തൽസ്ഥാനത്ത് നാവ് പോയിരിക്കുകയാണ്. ഇപ്പോൾ മുറിക്കപ്പെട്ട നാവാണെന്നറിയൂല. രക്തത്തിന്റെ പാടുകളൊക്കെ പോയി ആദ്യ അവസ്ഥയിലേക്ക് മടങ്ങി. അല്ലാഹുവിന്റെ റസൂല് സംഭവിച്ചതൊക്കെ പറയാൻ വേണ്ടി ഉണർത്തുകയാണ്. ഏറ്റവും സെറ്റ് വരെ ഈ മഹാനായ മനുഷ്യനങ്ങ് പറയുകയാണ്, അല്ലാ അല്ലാ. ബാക്കിയും കൂടെ ഞാൻ പറയാം, പറഞ്ഞിട്ടേ പോകൂ. അതിനൊരു 4 മിനിറ്റ് മതി. ഈ സമയത്ത് കണ്ണടച്ചോ അല്ലാതെയോ പച്ചക്കുബ്ബ ഹൃത്തടത്തിൽ ഭാവന ചെയ്ത് സ്വലാത്തിന്റെ ചിറകിലേറി മദീനയുടെ കസ്തൂരി മണ്ണിൽ വെള്ളിരാവിനെ സാക്ഷിയെടുത്തിട്ട് നമുക്കൊന്ന് പാറിപ്പറക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹ്മാനായ റബ്ബേ, കിതാബിൽ കണ്ട ചരിത്രം പറഞ്ഞ് സ്വലാത്ത് തവസ്സുലാക്കി ദുആ ചെയ്യുകയാണ്. ഈ സദസ്സിനെ ഖബൂലാക്കണേ റബ്ബേ.
ഇത് കാരണത്താൽ രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വഞ്ചനയിൽ നിന്ന്, കളവ് പറയുന്നവരിൽ നിന്ന്, പാര നടത്തുന്നവരിൽ നിന്ന്, പോര് നടിക്കുന്നവരിൽ നിന്ന്, മാരണക്കാരിൽ നിന്ന്, അസൂയാലുക്കളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ദീന് പറഞ്ഞതിന്റെ പേരിൽ മറ്റ് പല രൂപങ്ങളിലും പകവീട്ടി ഒന്ന് കുഴിയിൽ ചാടിയാൽ മതിയായിരുന്നു എന്ന നിലയിൽ പിന്നാലെ നടക്കുന്ന എതിരാളികളുണ്ട്. അവരെ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ഇല്ലെങ്കിൽ അവരെ ഷർറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ മാത്രമല്ല ഉലമായിനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അനൈക്യത്തിന് വേണ്ടി അതാ വ്യംഗ്യമായും വ്യക്തമായും രഹസ്യമായും പരസ്യമായും പതുങ്ങിയും അല്ലാതെയും പണിയെടുക്കുന്ന ഈ എല്ലാ ചിത്രശക്തികളിൽ നിന്ന് ഈ ഹക്കിന്റെ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നബിയിൽ മുസ്തഫ നബിയുടെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് മുറിക്കപ്പെട്ട സ്ഥലത്തേക്ക് പക്ഷി പറക്കും പോലെ ഈ നാവങ്ങ് പറന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഈ മനുഷ്യൻ അതേ നാവ് കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇനി കേൾക്കണേ, സ്വലാത്തിന്റെ അത്ഭുതം മനസ്സിലാക്കണേ. മുറിക്കപ്പെട്ട തലസ്ഥാനത്ത് നാവ് റസൂലുള്ളാഹിന്റെ ഇടപെടൽ കൊണ്ട് വെച്ചു കൊടുത്തപ്പോ അതേ നാവുമായി മനുഷ്യൻ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുമ്പോഴും ആ മുറിക്കപ്പെട്ട നാവ് തിരിച്ചു കിട്ടിയതല്ലേ. അഭിമാനബോധത്തോടെ ഉച്ചത്തിൽ ചൊല്ലുന്നു, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم ربنا. എന്നെ കൊണ്ട് സ്വലാത്തിന്റെ മഹത്വം പറയാൻ തോന്നിപ്പിച്ചത് നീയാണ്. ഞാൻ ഉദ്ദേശിച്ചത് മരണം പറയാനാണ്. പക്ഷെ അത് സ്വലാത്തിന്റെയും മദ്ഹിന്റെയും വഴിയിലേക്കായത് വല്ല സന്തോഷമാണ്. അല്ലാഹ്, സ്വലാത്ത് ചൊല്ലി രക്ഷപ്പെടുന്ന കഥ പറഞ്ഞാൽ പോരാ. ആ രക്ഷപ്പെടുന്നവരിൽ എളിയവനായ മുതഅല്ലിമിനെയോ ഷാഫി ഫൈദിയെ പോലെയുള്ള പണ്ഡിതന്മാർ, സദസ്സിലുള്ള ഉസ്താദുമാർ, ഈ സദസ്സിലുള്ള എല്ലാ സ്നേഹജനങ്ങൾ, ആണുങ്ങള് പെണ്ണുങ്ങള്, ഞങ്ങളെല്ലാം നീ നിന്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് വെക്കപ്പെട്ട നാവുമായി ഉറക്ക സ്വലാത്ത് ചൊല്ലി അദ്ദേഹം രണ്ടാമതങ്ങ് തിരിച്ചെത്തിയപ്പോ 20 ജൂതന്മാരിത് കേൾക്കുകയാണ്. പിന്നെയും അതേ തൊള്ളയിൽ നിന്ന് സ്വലാത്താണല്ലോ, മുഹമ്മദിന്റെ പേരാണല്ലോ. എന്തൊരത്ഭുതമാണിത്! ആ മനുഷ്യന്റെ നാവ് നമ്മൾ മുറിച്ചെടുത്തതല്ലേ. അവരെ അത്ഭുതപ്പെട്ടുകൊണ്ട് സലാത്ത് ചെല്ലുന്ന ഈ മുസ്ലിമായ സ്വഹാബിയുടെ, ഈ സ്വഹാബിയായ മഹാമനീഷിയുടെ അരികിലേക്ക് വരികയാണ്. ഇതെന്തൊരത്ഭുതമാണ് ചെറുപ്പക്കാരാ! ഞങ്ങൾക്കിപ്പോൾ ദേഷ്യമില്ല, ശത്രുതയില്ല, അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾ നിന്റെ വാ പിളർന്നുകൊണ്ട് അണ്ണാക്ക് വരെ കത്തി എത്തിച്ച് അടിവേരടക്കം മുറിച്ചെടുത്ത ഈ നാവിന് നിനക്ക് തൊള്ളയിൽ ആരാണ് വെച്ച് തന്നത്? അപ്പോഴാണ് ഈ മഹാനായ ആശിഖെന്ന് പ്രതികരിച്ചത്. എന്റെ നാവ് മുറിച്ചിട്ട് നിങ്ങൾ കയ്യിൽ തന്നപ്പോ നിങ്ങളൊരു വാക്ക് പറഞ്ഞില്ലേ, നേതാവിന്റെ കയ്യിൽ കൊടുക്കാ. ഞാൻ പള്ളിയിൽ ചെന്ന് എന്റെ നേതാവിന്റെ കയ്യിലൊന്ന് കൊടുത്തപ്പോ എന്റെ നേതാവ് വെച്ച് തന്നതാണ് 20 ബദ്ധവൈര്യതകളായ ജൂതപരിശകളുടെ ഹൃത്തടത്തിന് പരിവർത്തനത്തിന്റെ പടഹത്തുനി മുഴങ്ങുകയാണ്. ശത്രുതകൾ അതാ ഇടിഞ്ഞു പൊടിഞ്ഞു പോവുകയാണ്. വിരോധത്തിന്റെ കെട്ടുപാറകൾ മഞ്ഞുപോലെ ഉരുകുകയാണ്. മഹബത്തിന്റെ കിളിർപ്പ് വരികയാണ്. ഇഷ്കിന്റെ മുട്ട് വിടരുകയാണ്. ഈ 20 ബദ്ധവൈരികളായിരുന്ന ജൂതന്മാർ
മനപരിവർത്തനത്തോട് ഒലിക്കുന്ന കണ്ണോട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ കാലിൽ പോയി വീണുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയ ആ ചെറുപ്പക്കാരന്റെ അത്ഭുതം കണ്ട് പരിവർത്തനം വന്ന് 20 ആളുകളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വലാത്ത് കൊണ്ട് 20 ബദ്ധവൈരികളായ ശത്രുക്കളാണ് മിത്രങ്ങളായത്, ദീനിന്റെ കാവൽഭടന്മാരായത്. സ്വലാത്ത് അത്ഭുതമാണ് പെങ്ങളെ, സ്വലാത്ത് അത്ഭുതമാണ് ഉമ്മ, സ്വലാത്ത് അത്ഭുതമാണ് ചെറുപ്പക്കാരാ. നിനക്ക് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നത് പൂവണിയണോ. സ്വലാത്ത് അധികരിപ്പിച്ചോ, അദ്കാർ സ്വബാഹ് അധികരിപ്പിച്ചോ, അദ്കാറുൽ മസാ അധികരിപ്പിച്ചോ, അങ്ങാടിയിൽ പോകുന്നത് ചൊല്ലിക്കോ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചൊല്ലിക്കോ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ളത് ചൊല്ലിക്കോ, എപ്പോഴും ഒളു നിലനിർത്തിക്കോ. അത് റിസ്കിനെ റിസ്കിനെ അള്ളാഹു കൂട്ടിത്തരുന്നതാണ്, ദാരിദ്ര്യത്തെ തടയുന്നതാണ്. നിങ്ങൾക്ക് സിഹറുണ്ടോ, ഐനുണ്ടോ, ശത്രുക്കളുണ്ടോ, വിക്റും സ്വലാത്തുമല്ലാതെ രക്ഷയുടെ കവചങ്ങളില്ല. അതൊക്കെ അധികരിപ്പിച്ച് കൽബ് നന്നാക്കി ഈ റജബിലെ റമളാനിന്റെ മുന്നൊരുക്കമായി നനച്ചുകുളിയായി വീട് വൃത്തിയാക്കുമ്പോ, അടുക്കള വൃത്തിയാക്കുമ്പോ, ബെഡ് വൃത്തിയാക്കുമ്പോ, തലയണ വൃത്തിയാക്കുമ്പോ, പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുമ്പോ, റമളാൻ അടുക്കളയുടെ വിരുന്നുകാരനല്ല, കൽബിന്റെ വിരുന്നുകാരനാണ്. നിങ്ങൾ കൊലായി വൃത്തിയാക്കിക്കോ, നല്ലതാണ്. അടുക്കള വൃത്തിയാക്കിക്കോ, സ്വാഗതാർഹമാണ്. പാത്രങ്ങൾ കഴുകിക്കോ, സ്തുത്യർഹമാണ്. പക്ഷേ കൽബ് വൃത്തിയാക്കൽ നിർബന്ധമാണ്. തദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ. അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്തു.